നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഒട്ടേറെ ആളുകൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ലെസ്റ്റർ ജോസഫ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ലെസ്റ്റർ. ഗ്രേസി സെബാസ്റ്റ്യൻ ഉണ്ട്, വിപിൻ ബെന്നി, ജിജു ഡാനിയൽ, ജോസ്വിൻ ജോസഫ്, റിൻസി മാനുവൽ, അങ്ങനെ ഷിബിൻ ബഷീർ, അനീഷ് വി എം, ഷൈനി ചിത്ര, അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. വസന്തകുമാരി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഹാഷ്മി എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. ജോസ്വിനും ആ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഒട്ടേറെ പേർ നമസ്കാരം പറയുന്നു. തിരിച്ചും നമസ്കാരം. ഹാഷ്മി മറ്റൊരാവശ്യത്തിന് വേണ്ടി പോയിരിക്കുന്നു, അതുകൊണ്ടാണ് ഇവിടേക്ക് വരേണ്ടി വന്നത്. അടുത്ത ദിവസം മുതൽ ഹാഷ്മി സജീവമായി തന്നെ ഉണ്ടാകും. നമ്മൾ വാർത്തയും വർത്തമാനവും പതിവുപോലെ തന്നെ പരിപാടിയുടെ ഭാഗമാക്കും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തട്ടിക്കൊണ്ടുപോയ ലൈബീരിയൻ കപ്പലിനായി തെരച്ചിൽ. കുറച്ചു മുൻപാണ് ഈ വാർത്ത വരുന്നത്. സൊമാലിയൻ തീരത്ത് ലൈബീരിയൻ പതാകയുള്ള കപ്പൽ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. കപ്പലിലെ ജീവനക്കാരിൽ 15 പേർ ഇന്ത്യക്കാർ എന്നാണ് വിവരം. സാഹചര്യം നിരീക്ഷിക്കുന്നുവെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഈ കപ്പലിനടുത്തേക്ക് ഇന്ത്യൻ പടക്കപ്പൽ എത്തുന്നതായി റിപ്പോർട്ടുകളുണ്ടല്ലോ. നാവികസേനയുടെ നിരീക്ഷണമുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ? അങ്ങനെ പുതിയ വിവരങ്ങൾ അറിവാകുന്നുണ്ടോ നിതിൻ? ഉന്മേഷ്, ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരപ്രകാരം ഏതാണ്ട് 6 പേരടങ്ങുന്ന സംഘം ആയുധങ്ങളുമായി ഇന്നലെ ഈ ചരക്ക് കപ്പലായ MV ലീല നോർഫ്ലോക്ക് എന്ന കപ്പൽ റാഞ്ചി എന്നാണ് ഇന്നലെ നാവികസേനയ്ക്ക് വൈകിട്ട് ഈ വിവരം ലഭിക്കുന്നത്. അതിനുശേഷം തന്നെ നാവികസേന ഉടൻ തന്നെ ഈ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് അതിരാവിലെ തന്നെ നാവികസേനയുടെ വിമാനങ്ങൾ അത് കടലിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഈ നിരീക്ഷണത്തിനൊടുവിൽ കപ്പലിന്റെ നീക്കം അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ നാവികസേന അറിയിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ കടലിലടക്കം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ INS ചെന്നൈ എന്ന യുദ്ധക്കപ്പൽ ഇപ്പോൾ സൊമാലിയൻ തീരത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. കടലിൽ നിരീക്ഷണം നടത്തുന്നതിനിടെയാണ് ഇത്തരമൊരു വിവരം INS ചെന്നൈ കപ്പൽ ലഭിക്കുന്നത്. അതിനുശേഷം നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ കപ്പൽ സൊമാലിയൻ തീരത്തേക്ക് നീങ്ങിയെന്നാണ് ഇപ്പോൾ നാവികസേന അറിയിച്ചിരിക്കുന്ന വിവരം. എന്തായാലും കപ്പലിലെ ജീവനക്കാരുമായി ആശയവിനിമയം നടത്താൻ സാധിച്ചു. ഈ കപ്പലിലെ ജീവനക്കാരിൽ ഏതാണ്ട് 15 പേർ ഇന്ത്യക്കാരാണ്. ഇവരെല്ലാവരും സുരക്ഷിതരാണെന്നാണ് ഇപ്പോൾ നാവികസേന അറിയിച്ചിരിക്കുന്ന വിവരം. ഏത് സംഘമാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് വരികയാണ്. കഴിഞ്ഞ ഡിസംബറിലും സമാനമായ തരത്തിലെ ഇന്ത്യൻ തീരത്ത് ഏതാണ്ട് 600-700 നോട്ടിക്ക് മേൽ അകലെ ഇന്ത്യൻ തീരത്ത് വെച്ച് സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് നാവികസേന തന്നെയാണ് ഈ കപ്പൽ രക്ഷകരായി തന്നെ ആ മേഖലയിൽ എത്തുകയും പിന്നീട് ഈ കടൽ കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം ഈ മേഖലയിൽ അടക്കം നിരീക്ഷണം ശക്തമാക്കി വരുന്നതിലാണ് ഇപ്പോൾ സൊമാലിയൻ തീരത്ത് മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം, ഇപ്പോൾ ഈ കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഇപ്പോൾ നാവികസേന അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം നടത്തി വരികയാണ്. വൈകാതെ തന്നെ INS ചെന്നൈ എന്ന യുദ്ധക്കപ്പൽ ഈ മേഖലയിൽ എത്തുമെന്നാണ് ഇപ്പോൾ നാവികസേന പങ്കുവയ്ക്കുന്ന വിവരം. ശരി നിതിൻ, ഏതായാലും നാവികസേനയുടെ പടക്കപ്പൽ അവിടേക്ക് എത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിവാകാനുണ്ട്. ഏതായാലും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച സംഘത്തിനെ കുറിച്ച് ചെറിയ സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. വൈകാതെ തന്നെ ആ കപ്പൽ മോചിപ്പിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഒട്ടേറെ പ്രേക്ഷകർ വീണ്ടും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ജോബി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ജോബി. അഞ്ജന ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അനന്യ അരുൺ കായംകുളത്ത് എന്ന് പറയുന്ന കലോത്സവത്തിന് ആശംസകൾ എന്നുള്ളതാണ്. കലോത്സവത്തിൽ മത്സരിക്കുന്ന എല്ലാ പ്രതിഭകൾക്കും നമ്മളും രാവിലെ മുതൽ തന്നെ ആശംസകൾ പറയുന്നുണ്ട്. ഇന്ത്യയിൽ പാപ്പരായ സംസ്ഥാനം പിണറായി ഭരിക്കുന്ന കേരളം എന്നൊരു പ്രതികരണമാണ് ഇതിനിടയിൽ രാജീവ് കെ നടത്തുന്നത്. അരുൺ സോമൻ, ഞാൻ 24 കാണുന്നത് അയർലൻഡിൽ നിന്നാണെന്ന് പറയുന്നു. നന്ദി അരുൺ, ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം ഇനിയും. കൊട്ടാരക്കരക്കാരൻ വ്ലോഗ്സ് എന്ന അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം ഗുഡ് ആഫ്റ്റർനൂൺ എന്നുള്ളതാണ്. അജേഷ് കൊട്ടാരക്കരയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ അജേഷ്. അങ്ങനെ ലില്ലിയും ഉണ്ണികൃഷ്ണൻ നായരൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. അത് കഴിഞ്ഞ ദിവസം കണ്ണൂരിലുണ്ടായ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. പോലീസിനെതിരെ വിജിൻ MLA ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ അന്ന് കണ്ടതാണ്. ഏതായാലും വിജിൻ MLA പിന്തുണച്ച് കണ്ണൂരിലെ CPM നേതാക്കൾ രംഗത്തെത്തുന്നതാണ് ഇന്ന് കണ്ടത്. പോലീസിനെതിരെ CPIM. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര കണ്ണൂരിലെത്തിയപ്പോഴുണ്ടായ സംഘർഷം. അത് കണ്ണൂരിലെ പഴയങ്ങാടി എന്ന സ്ഥലത്ത് വെച്ചാണ്. അവിടെ വെച്ചാണ് ആദ്യം യൂത്ത് കോൺഗ്രസ് CPM പ്രവർത്തകരുടെ ഏറ്റുമുട്ടലുണ്ടാകുന്നത്. അതിൽ DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അവരൊക്കെ കഴിഞ്ഞ ദിവസം മോചിപ്പിക്കപ്പെട്ടു. ജയിലിൽ നിന്ന് അവർ ജയിലിൽ കഴിയുകയായിരുന്നു. അവർക്ക് നൽകിയ സ്വീകരണ സമ്മേളനത്തിലാണ് CPM നേതാക്കൾ പോലീസിനെതിരെ ആദ്യം വിമർശനം ഉയർത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. പോലീസിനെ കടന്നാക്രമിച്ച് കണ്ണൂരിലെ CPIM പഴയങ്ങാടി മർദ്ദനക്കേസിലെ അറസ്റ്റും വിജിൻ MLAയോടുമുള്ള മോശം പെരുമാറ്റവുമാണ് പ്രകോപനമായത്. കളക്ടറേറ്റ് പരിസരത്ത് ബോധപൂർവം പ്രകോപനമുണ്ടാക്കിയത് പോലീസ് എന്നാണ് LDF കൺവീനർ EP ജയരാജൻ ഇന്ന് കുറ്റപ്പെടുത്തിയത്. ആഭ്യന്തര വകുപ്പിനെതിരായ തുടർ പരാതികളിൽ മിതത്വം പാലിച്ച കണ്ണൂർ പാർട്ടി ഒടുവിൽ ന്യായീകരണ ലൈൻ കൈവിട്ടു.
പഴയങ്ങാടിയിലെ കരിങ്കൊടി പ്രതിഷേധക്കാരെ മർദ്ദിച്ച കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വ്യാപകമായി വീടുകയറി പിടികൂടിയതും എം വിജിൻ MLAയ്ക്ക് സമരവേദിയിൽ കണ്ണൂർ ടൗൺ SIയോട് പോരടിക്കേണ്ടി വന്നതുമാണ് ഒടുവിലത്തെ പ്രകോപനം. മർദ്ദനക്കേസിൽ പഴയങ്ങാടിയിലെ പാർട്ടിയിൽ അതൃപ്തി പുകഞ്ഞതോടെ നേരിട്ടിറങ്ങി CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കേസെടുത്ത പോലീസിനോട് കേസെടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കലിപ്പൊന്നുമില്ല, പക്ഷേ ഇത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. പോലീസ് രാജിന് നിന്നു തരില്ലെന്ന് മാടായി ഏരിയ സെക്രട്ടറി V വിനോദ്. ഉൾപ്പെടെയുള്ളവരും ഇത് കർത്തവ്യമൂഢന്മാരെ പോലെ നിന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നാട് പോയത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു. എം വിജിൻ MLAയെ പ്രകോപനമില്ലാതെ കണ്ണൂർ ടൗൺ SI അപമാനിച്ചുവെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. ഗുരുതര വീഴ്ച മറയ്ക്കാൻ പോലീസ് പ്രകോപനമുണ്ടാക്കിയെന്ന് LDF കൺവീനർ EP ജയരാജൻ. അത് പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ച വന്നു. ആ വീഴ്ചയെ മറച്ചുവെക്കാൻ അവിടെ പ്രകോപനമുണ്ടാക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ ചെയ്തത്. KGNA സമരത്തിൽ പങ്കെടുത്ത 100-ലധികം പേർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിലും പാർട്ടിയിൽ അതൃപ്തിയുണ്ട്. MLAയെ ഒഴിവാക്കിയാണ് FIR. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എം വിജിൻ MLA പരാതി നൽകിയിട്ടുണ്ട്. 24 കണ്ണൂർ. അങ്ങനെ കണ്ണൂരിലെ CPM നേതാക്കൾ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നതാണ് ഇന്നലെയും ഇന്നുമായൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ സജീവമായി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് ഒട്ടേറെ പ്രേക്ഷകർ. വീണ്ടും ബെന്നി കോശി ഗുഡ് ആഫ്റ്റർനൂൺ, R സുരേഷ് കുമാർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു, ബിനു ഫിലിപ്പ് ഏതായാലും ഹലോ പറയുന്നുണ്ട്, തിരിച്ചും ഹലോ ബിനു ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്, ദിയ ബെന്നി, ഗോപു ചന്ദ്രനൊക്കെ നമ്മളോട് സജീവമായി തന്നെ വാർത്തകളോട് പ്രതികരിക്കുന്നുണ്ട്. ജാബിർ പറയുന്നത് ഹാഷ്മി ഇല്ലാത്ത വാർത്ത ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹാഷ്മി ഇവിടെ പോയെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. CPM അറിയില്ലേ പോലീസ് മന്ത്രി പിണറായി എന്നുള്ള ചോദ്യമാണ് R സുരേഷ് കുമാർ ഈ റിപ്പോർട്ട് നമ്മൾ നൽകുമ്പോൾ ഉന്നയിക്കുന്നത്. ഷനീഷ് PS ഇപ്പോൾ പറയുന്നു ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഷനീഷ്, ഇസ്രായേലിൽ നിന്ന് 24 കാണുന്നുവെന്നാണ് അറിയിക്കുന്നത്. നന്ദി ഷനീഷ്, ഞങ്ങളോടൊപ്പം തുടരുക. സജീവമായി തന്നെ പ്രേക്ഷകരുടെ പിന്തുണയാണ് മുന്നോട്ടേക്ക് 24 നയിക്കുന്നത്. തുടർന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. മോദിയുടെ തൃശൂർ പ്രസംഗത്തിൽ ചോദ്യങ്ങളുമായി LDF. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കാത്ത കാര്യം എങ്ങനെ പ്രധാനമന്ത്രി അറിഞ്ഞുവെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ ചോദ്യം. പ്രധാനമന്ത്രിയുടെ ആരോപണം അതീവ ഗുരുതരമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും പ്രധാനമന്ത്രി ഒളിച്ചുവെച്ചത് എന്തിനാണെന്നും AK ബാലൻ ചോദിച്ചു. 3 ഏജൻസികൾ 1 വർഷം അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വരാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 2 പ്രാവശ്യമായി ഈ രൂപത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുകയാണ്. 6 മാസം മുമ്പാണ് അദ്ദേഹം ഇവിടെ യുവജനങ്ങളുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവ സംഗമത്തിൽ ഈ കാര്യം ഒരിക്കൽ സൂചിപ്പിച്ചത്. രണ്ടാമത് ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹം ഇത് വ്യക്തമാക്കണം. നമ്മൾ ഇന്നലെ കണ്ടതാണ് തേക്കിൻകാട് മൈതാനിയിലെ ഒരു സംഘർഷം. പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർ എത്തുന്നു, അവരെ തടയുന്നതിന് വേണ്ടി BJP പ്രവർത്തകർ എത്തുന്നു. അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഇന്നലെ തേക്കിൻകാട് മൈതാനിയിൽ ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ BJP യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ BJP തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ്. ഇപ്പോൾ യുവമോർച്ച നേതാവ് മനോജാണ് 1-ാം പ്രതി. BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാർ 2-ാം പ്രതിയാണ്. അതേസമയം ആൽമരക്കൊമ്പ് മുറിച്ച് പ്രധാനമന്ത്രി വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്ന് TN പ്രതാപൻ MP ആരോപിച്ചു. പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്ക് സമീപം ചാണകവെള്ളം തളിച്ച് പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിലാണ് BJP ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുത്തത്. നായ്ക്കനാൽ വെച്ചുണ്ടായ സംഘർഷത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സലീമുദ്ദീന് പട്ടിക കൊണ്ട് തലക്കടിയേറ്റത്. ഈ സംഭവത്തിലാണ് യുവമോർച്ച നേതാവ് മനോജിനെ 1-ാം പ്രതിയും BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെ 2-ാം പ്രതിയുമാക്കി തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. ആയുധം വെച്ച് മർദ്ദിച്ചതിനാണ് കേസ്. തലയ്ക്ക് പരിക്കേറ്റ സലീമുദ്ദീൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സലീമുദ്ദീന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. അതേസമയം ആൽമരക്കൊമ്പ് മുറിച്ച് വിശ്വാസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രണപ്പെടുത്തിയെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. അതേസമയം അനുമതിയില്ലാതെ ജാഥ നടത്തിയതിനും സംഘർഷത്തിലേർപ്പെട്ടതിനും ഇരുഭാഗത്തിലെയും 20-ലധികം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 24 തൃശൂർ. അഭിഷേക് PK നടത്തുന്ന ഒരു പ്രതികരണം
ഗുണ്ടാരാജ് വേണ്ട, പോലീസിന്റെ പണി പോലീസ് ചെയ്തില്ലെങ്കിൽ നടപടി വേണമല്ലാതെ അത് പാർട്ടി ഏറ്റെടുക്കുകയല്ല വേണ്ടത് എന്ന് നമ്മൾ നേരത്തെ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് അഭിഷേക് പ്രതികരിക്കുന്നുണ്ട്. കുവൈറ്റിൽ നിന്നും പ്രേക്ഷകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നന്ദി രേഖപ്പെടുത്തും. നമ്മോടൊപ്പം തുടരുക. രാജീവ്, മുൻ CPI മന്ത്രി M. M. മണിയുടെ സഹോദരൻ ലംബോദരന്റെ വീട്ടിൽ GST റെയ്ഡ് എന്ന് പറയുന്നത് ഇന്നലെ നടന്ന റെയ്ഡാണ്. നമ്മൾ ആ വാർത്ത നൽകിയതാണ്. രാജീവ്, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ബിജു ജോസഫ് പറയുന്നു ഗുഡ് ആഫ്റ്റർനൂൺ. ബിജു, ദിയ ബെന്നിയും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കലോത്സവം കാണാൻ അവസരമൊരുക്കിയ 24-ന് നന്ദി അറിയിക്കുന്നുണ്ട് പ്രേക്ഷകർ. അത് കലോത്സവം തീരുന്ന ദിവസം വരെ ഉണ്ടാകും. തത്സമയ വിവരങ്ങൾ അവിടെ നിന്ന്. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്, നമ്മോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. BJPയിൽ ചേർന്ന വൈദികനെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി ഓർത്തഡോക്സ് സഭ. നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി കൂടിയായ ഫാദർ ഷൈജു കുര്യനെയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയത്. എന്നാൽ തന്റെ ആവശ്യപ്രകാരം അവധിയാണ് അനുവദിച്ചത് എന്നാണ് ഷൈജു കുര്യന്റെ പ്രതികരണം. ഇന്നലെ ചേർന്ന ഭദ്രാസന കൗൺസിലാണ് ഷൈജു കുര്യനെതിരെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. ഷൈജു കുര്യനെതിരെ ഉയർന്ന പരാതികളെല്ലാം അന്വേഷിക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയത്. അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ കത്തോലിക്ക ബാവയോട് ഉടൻ ആവശ്യപ്പെടും. 2 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനം. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാകുക. അതേസമയം തന്റെ കൂടി ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവധി അനുവദിച്ചത് എന്നാണ് ഫാദർ ഷൈജു കുര്യൻ പറയുന്നത്. നിലയ്ക്കൽ ഭദ്രാസന സൺഡേ സ്കൂളിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് പുതിയ വൈദികരെ നിയമിക്കാനും തീരുമാനമായി. ഫാദർ ഷൈജു കുര്യൻ BJPയിൽ ചേർന്നതിന് പിന്നാലെ സഭാവിശ്വാസികളിൽ ഒരു വിഭാഗം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം റാന്നിയിൽ ചേർന്ന ഭദ്രാസന കൗൺസിൽ പ്രതിഷേധത്തെ തുടർന്ന് മുടങ്ങുകയും ചെയ്തു. 24 പത്തനംതിട്ട. ഒരു അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം. BJPയുടെ ജാഥ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ CPI കൗൺസിലർ വന്ന ന്യൂസ് നിങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ആര് പറഞ്ഞു? നമ്മൾ നൽകുന്നുണ്ടല്ലോ. അത് BJPയുടെ നവഭാരത് സങ്കല്പ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. മരട് നഗരസഭയിലെ CPI കൗൺസിലർ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള വാർത്ത രാവിലെ മുതൽ തന്നെ 24 നൽകുന്നുണ്ട്. അത് ആ പ്രേക്ഷകനെ ഓർമ്മപ്പെടുത്തുകയാണ്. കാലാവസ്ഥ ഒന്ന് പറയാമോ എന്നാണ് അനീന സജി ചോദിക്കുന്ന. അനീന, ഒടുവിൽ ലഭ്യമായ കാലാവസ്ഥ വിവരമനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഉള്ളത്. മഴയ്ക്ക് സാധ്യതയുണ്ട് വരുന്ന 5 ദിവസം എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നിലനിൽക്കുന്നത്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. കൊല്ലത്ത് കലക്കൻ കലോത്സവം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലക്കൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. ഇനി ഓരോ ഷോപ്പിംഗിലും നേടാം 3 ഇരട്ടി ലാഭം. അങ്ങനെ കൊല്ലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനമാണ് ഇന്ന്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കലോത്സവത്തിൽ നടക്കുന്നത്. 232 പോയിന്റുമായി കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പം മുന്നേറുന്നു. തൊട്ടു പിന്നിൽ തൃശൂർ ജില്ലയാണ് ഉള്ളത്. ഗ്ലാമർ ഇനങ്ങളായ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന, ഹയർ സെക്കൻഡറി വിഭാഗം നാടകം ഉൾപ്പെടെ 60 ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തുന്നുണ്ട്. കലോത്സവ വേദിയിൽ നിന്ന് ഷഫീദ് റാവുത്തർ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരും. ആ പോയിന്റ് നില നോക്കുകയാണെങ്കിൽ കൊല്ലം 219 മലപ്പുറം തൊട്ടു പിന്നാലെയുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളെത്തും. ഷഫീദ് ഇപ്പോൾ കലോത്സവ വേദിയിൽ നിന്നും ചേരുന്നുണ്ട്. ഷഫീദ്, 2ാം ദിനമാണ്, പോരാട്ടം കടുക്കുന്നുണ്ട്. ഗ്ലാമർ ഇനങ്ങൾ വേദിയിലെത്തുന്ന ദിനമാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ കലോത്സവ വേദികളിൽ? ഷഫീദ്. ഉന്മേഷ, രാവിലെ മഴയുടെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു. വലിയ വെയിലുണ്ട്. കലോത്സവത്തിൽ മത്സരച്ചൂട് അത് അങ്ങേയറ്റം പോവുകയാണ്. പ്രത്യേകിച്ച് ഗ്ലാമർ ഇവന്റുകൾ നടക്കുന്നതാണ് പ്രധാന വേദികളിലെല്ലാം. അതുകൊണ്ട് തന്നെ ആ മത്സരച്ചൂട് അതേപോലെ നിലനിൽക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ആശ്രമ മൈതാനത്തെ പ്രധാനപ്പെട്ട വേദിയിൽ മോഹിനിയാട്ടം തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം അവിടെ ഒപ്പന നടക്കും. ഇതിന് രണ്ടിനും വലിയ കാണികളും അതേപോലെ തന്നെ മത്സരാർത്ഥികളുമുണ്ട്. ഇന്ന് രാവിലെ ചെണ്ടമേളം അടക്കമുള്ള വൈവിധ്യമുള്ള പരിപാടികൾ നടന്നിരുന്നു. കൊല്ലത്തിന്റെ സാംസ്കാരിക തനിമയെ തന്നെ വിളിച്ചോന്ന നാടകമടക്കമുള്ള നാടകമടക്കമുള്ള മത്സരങ്ങളും അതിന്ന് രാവിലെ നടന്നു. ഇപ്പോഴും അത് പല വേദികളിലും, സോപാനം ഓഡിറ്റോറിയം അടക്കമുള്ള പല വേദികളിലും അത് തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷവും കാര്യമായി തന്നെ ഗ്ലാമർ ഇവന്റുകൾ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരതനാട്യം, കുച്ചിപ്പുടി അടക്കമുള്ള കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല ദഫ്മുട്ട് അടക്കമുള്ള കോഴിക്കോട് നിന്ന് ഒരുപാട് തവണ കപ്പുയർത്താൻ അവരെ സഹായിച്ചിട്ടുള്ള ഒരു ഇനമാണ് ദഫ്മുട്ടൊക്കെ. അത്തരത്തിലുള്ള ഇനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. അതിലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പോയിന്റ് നില കൂടി പരിശോധിക്കുക
പറയുകയാണെങ്കിൽ ഉന്മേഷ, കോഴിക്കോട് 232 പോയിന്റ്, സമാനമായി തന്നെ കണ്ണൂരും 232 പോയിന്റ് എന്നുള്ള നിലയിലാണ്. തൃശ്ശൂർ 225 പോയിന്റുമായി പിന്നിലുണ്ട്. പാലക്കാട് 222 പോയിന്റ്. ഇതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേഷൻ അനുസരിച്ചുള്ള പോയിന്റ് നില. വലിയ ചൂടാണെങ്കിലും അത്രയധികം ഈ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ കൂടി വിദ്യാർത്ഥികൾ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അത് കാണാൻ നിരവധി ആളുകളുണ്ട്. മാത്രമല്ല ഈ പല മത്സരങ്ങളും ഇങ്ങനെ വൈകിപ്പോകുന്നൊരു സാഹചര്യം കൂടി, അതായത് ഈ പാർട്ടിസിപ്പേഷനാണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ വൈകിപ്പോകുന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും കൊല്ലത്ത് വളരെ കാര്യമായ രീതിയിൽ അതേപോലെ തന്നെ വലിയ പങ്കാളിത്തത്തോടു കൂടി സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, ഷഫീദ്, ഇന്നലെ നല്ല ചൂടുണ്ടായിരുന്നു, പിന്നീട് മഴ വന്നു, ചെറിയൊരു ആശ്വാസമുണ്ടല്ലോ. അതിനൊപ്പം ഒരു കാര്യം കൂടി അറിയാനുള്ളത്, ഈ നാടൻപാട്ട് വേദിയിൽ ഇന്നൊരു പ്രതിഷേധം നടന്നല്ലോ, അത് പരിഹരിക്കപ്പെട്ടു അല്ലേ? ഉന്മേഷ്, അത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ നാടൻ പാട്ടിന് വേണ്ടി ഒരുക്കിയിരുന്ന വേദി സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ആ നാടൻ പാട്ട് നടന്ന വേദിയിലേക്ക് കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ എത്തുകയും അവരുടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. അവർ പറയുന്ന കാര്യം, ഈ നാടൻ പാട്ട് അത് അരങ്ങേറുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ വേദി കാര്യമായ സൗകര്യങ്ങൾ ഒരുക്കിയില്ല, അതിനെ വളരെ ഗൗരവത്തിൽ കണ്ടില്ല, അത് ഈ നാടൻ പാട്ട് എന്ന് പറയപ്പെടുന്ന കലാരൂപത്തെ തഴയുന്നതിന് തുല്യമാണ് എന്നതടക്കമുള്ള ഗുരുതര ആക്ഷേപം അവർ ഉയർത്തി. ഈ 2 ദിവസത്തിനിടയിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിവാദം കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഏതായാലും ഈ മത്സരം നടത്തിപ്പടക്കം തടസ്സപ്പെട്ടതോടുകൂടി പോലീസിന്റെ അടക്കം സഹായം അത് സംഘാടകർ തേടിയിരുന്നു. അതിന് പിന്നാലെ പോലീസ് എത്തി കാര്യങ്ങൾ സംസാരിച്ചു. തുടർന്ന് ഈ കലാകാരന്മാരുടെ കൂട്ടായ്മ ഇതിന് തൊട്ട് മുൻവശത്ത്, അതായത് വേദിക്ക് തൊട്ട് മുൻവശത്ത് അവർ നാടൻ പാട്ടൊക്കെ പാടി പ്രതിഷേധിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ആ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ അമർഷം അടക്കമുള്ള കാര്യങ്ങൾ അവർക്കുണ്ട്. പക്ഷേ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, കിട്ടിയിട്ടുള്ള വെന്യൂ അത് അല്ലെങ്കിൽ നേരത്തെ ഫിക്സ് ചെയ്തിരിക്കുന്ന വെന്യൂവിൽ കൃത്യമായി തന്നെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിവാദം ഇന്ന് ഉണ്ടായി. പക്ഷേ അതടക്കമുള്ള വിവാദങ്ങളൊന്നും കലോത്സവത്തിന്റെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ബാധിക്കില്ല. അത് വലിയ മാറ്റോടുകൂടി സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നുണ്ട്. ഉന്മേഷ്, ശരി ഷഫീദ്, ഏതായാലും കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി, വിശേഷങ്ങൾക്ക് വേണ്ടി അവിടേക്ക് എത്താം. ഷഫീദ് റാവുത്തറാണ് കലോത്സവ വേദിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ കലോത്സവ വാർത്തകളിലേക്ക് തന്നെ പോകുന്നതിന് മുൻപ് ചില പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നു. സുനിൽ ബോസ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ സുനിൽ. ലീന ജോസ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അഷ്റഫ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ അഷ്റഫ്. ജെൻസ് ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നു. സൗദിയിൽ നിന്നാണ് താൻ കാണുന്നതെന്ന് അക്ബർ പറയുന്നു. നന്ദി അക്ബർ, ഞങ്ങളുടെ ഒപ്പം തുടരുക. അരുണാചൽ പ്രദേശിൽ നിന്ന് താൻ 24 കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ബെന്നി ഇപ്പോൾ അറിയിക്കുന്നത്. ബെന്നി, ഞങ്ങൾക്കൊപ്പം തുടരുമല്ലോ. അക്കു എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് കലോത്സവത്തിൻ്റെ എഡിറ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. മൊണ്ടാഷ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം അത് പറയുന്നു. നന്ദി. നമ്മൾ ആ രീതിയിൽ തന്നെ ഇനിയും കലോത്സവ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഇരിക്കും. സുധീഷ് യൂറോപ്പിലെ മാൾട്ടയിൽ നിന്ന് താൻ 24 കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഞങ്ങളോടൊപ്പം തുടരുന്നതിന് നന്ദി അറിയിക്കുകയാണ്. കലോത്സവ ജഡ്ജിമാരെ പരിചയപ്പെടുത്തുമ്പോൾ നിലവാരം മാർക്ക് മാനദണ്ഡം അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു സംവിധാനമാണ്. മത്സരത്തിന് തൊട്ട് മുൻപ് മാത്രമേ ഈ വിധികർത്താക്കൾ ആരെന്നുള്ള കാര്യം പരസ്യപ്പെടുത്തുകയുള്ളൂ. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ആ സമയം തന്നെ വേദിയിൽ വെച്ച് സുതാര്യമായി അറിയിക്കാനുള്ള സംവിധാനം ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്ന് രാജേന്ദ്രൻ വയല ഓർക്കുമല്ലോ. ഏത് ജില്ലയിലാണ് മഴ എന്നാണ് ഷാജി ചോദിക്കുന്നത്. 2 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്, അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ മുന്നറിയിപ്പുകൾ വരുമ്പോൾ അത് അതത് സമയങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഷീബ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. മാപ്പിളപ്പാട്ട് മത്സരം ലൈവ് കാണിക്കണമെന്നാണ് ഷൗക്കത്തിൻ്റെ ആവശ്യം. കലോത്സവ വേദിയിൽ നിന്നുള്ള മത്സരങ്ങൾ നമ്മൾ ഏത് സമയത്താണോ കളർഫുൾ ഇനങ്ങൾ നടക്കുന്നത് അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും എന്ന് അറിയിക്കുകയാണ് ഷൗക്കത്തിനെ. കളർഫുള്ളാണ് കലോത്സവമെങ്കിലും അത്ര കളറല്ല കലോത്സവ വേദിയിലെത്തുന്ന മത്സരാർത്ഥികളുടെ ജീവിതം. വേദനകൾ മനസ്സിലൊതുക്കി നിറചിരിയുമായി മോഹിനിയാട്ട വേദിയിൽ നിറഞ്ഞ സ്നേഹപ്രഭയുടെ ജീവിതത്തിലേക്കാണ് ഇനി. വയനാട് പിണങ്ങോട് നിന്ന സ്നേഹപ്രഭ എന്ന 10ാം ക്ലാസ്സുകാരി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിലെത്തുന്നത് തന്നെ ജീവിത പ്രയാസങ്ങളോട് പടപൊരുതിയാണ്. മോഹിനിയാട്ട മത്സരത്തിൽ മികച്ച പ്രകടനം സംസ്ഥാന തലത്തിലും കാഴ്ചവെച്ചെങ്കിലും കേറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള വീടെന്ന സ്നേഹപ്രഭയുടെ സ്വപ്നം ഇന്നും ബാക്കിയാണ്. കൂലിപ്പണിക്കാരനായ പിതാവും അംഗനവാടി ടീച്ചറായ മാതാവുമാണ് സ്നേഹപ്രഭയുടെ കരുത്ത്. അത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന 11 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു. അപ്പോൾ ഈ ഒരു വർഷമായിട്ടില്ല, അതിനും കുറച്ച് മുമ്പേ ഒരു സ്ഥലം എടുത്തു, 7 സെൻറ്റ് സ്ഥലം എടുത്തു. അതിൻ്റെ അകത്ത് ചെറിയൊരു വീട് എന്ന് പറയാനില്ല, ഒരു ഷെഡ്,
മറ്റേ വെട്ടുകല്ലുകൊണ്ട് കെട്ടി ഒരു ചെറിയ കൂര പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു വീട് എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് നല്ലൊരു വീട്ടിൽ താമസിക്കാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹമാണ് എനിക്കുള്ളത്. അധ്യാപകരും നാട്ടുകാരും നൽകിയ പിന്തുണയോടെയാണ് സംസ്ഥാനതലം വരെയുള്ള മത്സരത്തിന് സ്നേഹപ്രഭ എത്തിയത്. 24 കൊല്ലം. ഒട്ടേറെ പ്രതിഭകൾ കലോത്സവ വേദിയിൽ ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ട്. ഇങ്ങനെ അത്ര കളർഫുള്ളല്ലാത്ത ജീവിതം പുറത്തുള്ളപ്പോഴും അവർ വേദികളിൽ വളരെ സജീവമാണ്. അഞ്ജന ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ അഞ്ജന. അൻസാർ ബാംഗ്ലൂരിൽ നിന്ന് നല്ല നമസ്കാരം പറയുന്നുണ്ട്. തിരിച്ചും നല്ല നമസ്കാരം. വേണുഗോപാൽ കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ വേണുഗോപാൽ. അർജുൻ കൃഷ്ണ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നു. ഡോക്ടർ ഷിയാസ് ഹുസൈൻ താൻ സ്ലൊവേനിയയിൽ നിന്ന് 24 കാണുന്നെന്ന് അറിയിക്കുന്നു. നന്ദി ഡോക്ടർ ഷിയാസ് ഹുസൈൻ, താങ്കൾ ഇനിയും തുടരുമല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ ഉമേഷ്. ഹാഷ്മി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ എന്നാണ് ഒരു അക്കൗണ്ടിൽ നിന്നുള്ള ചോദ്യം. ഹാഷ്മി ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. ഹാഷ്മി ഇവിടെ തന്നെ ഉണ്ട്. ജോൺസൺ ജോർജ് ഗുഡ് ആഫ്റ്റർനൂൺ. ഐ ആം വാച്ചിങ് ഫ്രം സൗദി അറേബ്യ എന്ന് പറയുന്നു. നന്ദി ജോൺസൺ ജോർജ്. അമൃത ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഒട്ടേറെ പ്രേക്ഷകർ അങ്ങനെ സജീവമായി നമ്മോടൊപ്പം നിലനിൽക്കുന്നു. ഷൈജ വർഗീസ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഷൈജ. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ ഒക്കെ പ്രേക്ഷകർ സജീവമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. നമ്മൾ അതൊക്കെയും കമന്റുകളായി തന്നെ ഇവിടെ വായിക്കുകയും ചെയ്യും. അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് പോയതിനു ശേഷം എത്താം. 255 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള നിലപാട് സഖ്യകക്ഷികളെ അറിയിക്കാൻ പോകുന്നു കോൺഗ്രസ്. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടരുമ്പോഴാണ് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം. ഇതിനെ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് രാഷ്ട്രീയമായി പ്രധാനപ്പെട്ടതുമാണ്. റിപ്പോർട്ട് കാണാം. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തിൽ കടുംപിടുത്തം വേണ്ട എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. 2019 421 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ 255 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നീക്കം. മറ്റിടങ്ങളിൽ BJP വിരുദ്ധ ചേരിക്ക് ശക്തി പകരണമെന്നാണ് ഡൽഹിയിൽ ചേർന്ന ഭാരവാഹി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയാണ് സീറ്റ് വിഭജനത്തിൽ വഴങ്ങാൻ കോൺഗ്രസ് തയ്യാറായത്. സഖ്യ ചർച്ചകൾക്കായി കോൺഗ്രസ് രൂപീകരിച്ച നാഷണൽ അലയൻസ് കമ്മിറ്റി ഇന്ത്യ സഖ്യത്തിൽ നിലപാടറിയിക്കും. ബീഹാറിൽ RJD, മഹാരാഷ്ട്രയിൽ NCP, കർണാടകയിൽ JDS, ജാർഖണ്ഡിൽ JMM, തമിഴ്നാട്ടിൽ DMK എന്നിവരുമായി നേരത്തെ സഖ്യമുണ്ടായിരുന്നെങ്കിലും കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തവണ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ നേടിയെടുക്കുക കോൺഗ്രസിന് വെല്ലുവിളിയാകും. ബീഹാറിൽ 12 സീറ്റിൽ മത്സരിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ബംഗാൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ തലവേദനയാകും. ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റിൽ 65 ഇടങ്ങളിൽ മത്സരിക്കുമെന്ന് സമാജ്വാദി പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. RLDക്കും കോൺഗ്രസിനും 15 സീറ്റ് നൽകാനാണ് നീക്കം. 24 ഡൽഹി. ഒട്ടേറെ പ്രേക്ഷകർ നമ്മോടൊപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്. നമ്മൾ നേരത്തെ നൽകിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ പറയുന്നു, കുവൈറ്റിൽ നിന്ന് 24 കാണുന്നു. നല്ല സ്നേഹപ്രിയയെ സഹായിക്കണം. നമ്മൾ നേരത്തെ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു, സ്നേഹപ്രിയയുടെ റിപ്പോർട്ട്. സ്നേഹപ്രിയയെ സഹായിക്കണമെന്ന് പറയുന്നു. ആ റിപ്പോർട്ട് കണ്ട് സ്നേഹപ്രിയയ്ക്ക് സഹായങ്ങൾ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. റസിയ ഹാഷ്മി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അസ്മാബിയും പറയുന്നത് ഇന്നലെ ഹാഷ്മിയുടെ ചോദ്യം കേട്ടപ്പോൾ VPP മുസ്തഫ പോയി എന്നാണ് ചൂണ്ടി കാണിക്കുന്നത്. സാജു ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ സാജു. റിയാദിൽ നിന്ന് ആശംസകൾ അറിയിക്കുന്നു അബ്ദുൽ സലാം. സുമ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. നവകേരള ബസ് എവിടെ എന്നുള്ള ചോദ്യമാണ് ഗിരീഷ് ഉന്നയിക്കുന്നത്. ശ്രീജിത്ത് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീജിത്ത്. ഹാഷ്മി എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചനമസ്കാരം പറയുന്നു മനോജ്. ഇന്ത്യ മുന്നണി അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളൊക്കെ പ്രേക്ഷകർ രാഷ്ട്രീയമായും പല വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിന്റെ ഇൻട്രാഡേ മോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഏഷ്യൻ തകർച്ചയിൽപ്പെടാതെ ഇന്ത്യൻ വിപണികൾ. ഉച്ചവ്യാപാരത്തിലും മുന്നേറ്റം തുടർന്ന IT, റിയൽറ്റി, മീഡിയ ഓഹരികൾ. അനിൽ അംബാനി ഗ്രൂപ്പിൽപ്പെട്ട റിലയൻസ് പവർ 3.5% ഉയർന്നു. കഴിഞ്ഞ 5 ദിവസം ഓഹരി വിലയിൽ രേഖപ്പെടുത്തിയത് 39% വർധന. രാജ്യത്തെ ടെസ്ല ആരാധകർക്ക് സന്തോഷ വാർത്ത. ഇന്ത്യയിൽ ഇറക്കുന്ന കാറിന്റെ വില കുറയ്ക്കുന്നതിനായി ചെറിയ ഫാസ്റ്റ് ചാർജിംഗ് ബാറ്ററികൾ കൊണ്ടുവരാൻ ഒരുങ്ങി ഇലോൺ മസ്കിന്റെ ടെസ്ല. ചാർജിംഗ് സമയം കുറയ്ക്കാനുള്ള സാങ്കേതിക വിദ്യയിലും ഗവേഷണം നടത്തുന്നുണ്ടെന്ന് കമ്പനി.
രാജ്യത്തെ സേവന മേഖല ഉണർവിൽ HSBC സർവീസസ് PMI 56-ൽ നിന്ന് 59-ലേക്ക് കുതിച്ചു. ഡിസംബറിൽ സൂചിക 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ 6 മാസത്തിനുള്ളിൽ 1000 വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് നിയമനം നൽകുമെന്ന് ബംഗളൂരുവിലെ നമ്മയാത്രി. ഈ വർഷവും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ശക്തമായി തുടരുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന. 2024-ൽ രാജ്യം 6.2% വളർച്ച നേടുമെന്ന് UN. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും ഉൽപാദന സേവന മേഖലകളുടെ വളർച്ചയും ഇന്ത്യയെ തുണയ്ക്കുമെന്നും UN വേൾഡ് ഇക്കണോമിക് ആൻഡ് പ്രോസ്പെക്ട്സ് റിപ്പോർട്ട്. 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ $4 ട്രില്യൺ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വരുന്ന 3 വർഷത്തിനുള്ളിൽ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയെന്ന നേട്ടം കൈവരിക്കുമെന്നും മന്ത്രി. 2027-ഓടെ ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെന്ന നേട്ടം കൈവരിക്കുമെന്ന് പീയൂഷ് ഗോയലിന്റെ പ്രവചനം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ലിങ്ക് ഹിസ്റ്ററി സൗകര്യം അവതരിപ്പിച്ച് മെറ്റ. സന്ദർശിച്ച സൈറ്റുകൾ 30 ദിവസം വരെ വീണ്ടെടുക്കാം. ഉപയോക്താക്കളുടെ 30 ദിവസത്തെ ബ്രൗസിംഗ് ചരിത്രം സൂക്ഷിക്കും. പരസ്യ വിന്യാസത്തിന് വിവരം കമ്പനി ഉപയോഗപ്പെടുത്തുമോ എന്ന ആശങ്ക. ആവശ്യമില്ലാത്തവർക്ക് ഫീച്ചർ ഒഴിവാക്കാമെന്ന് മെറ്റ. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുഴുവൻ ബജറ്റ് ഉണ്ടായിരിക്കും ഇല്ല എന്നൊരു സൂചന ധനമന്ത്രി നൽകുന്നുണ്ട്. വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും. വരവ് ചെലവ് കണക്കുകൾ മാത്രം സൂചിപ്പിക്കുന്ന വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും ഇത്തവണയെന്നാണ് സൂചന. ഇനി നമുക്ക് വിപണിയിലേക്ക് വളരെ പെട്ടെന്ന് പോയാൽ ഏഷ്യൻ വിപണികളിലെയും രാജ്യാന്തര വിപണികളിലെയും തകർച്ചയൊന്നും ഇന്ത്യൻ വിപണിയെ കാര്യമായി ബാധിച്ചില്ല. എന്നാലും രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു മുന്നേറ്റം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ദേശീയ ഓഹരി വിപണി നിഫ്റ്റി ഇപ്പോൾ 21,696-ലാണ് വ്യാപാരം നടക്കുന്നത്. 38.15 പോയിന്റ് ഉയർന്നാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റിയിലും ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ഓഹരിയിലും ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ ഇത് രണ്ടും മുന്നേറ്റത്തിലായിരുന്നു. അപ്പോൾ ബാങ്ക് ഓഹരികളും ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും അതിന്റെ മുന്നേറ്റം കുറച്ചിട്ടുണ്ട്. ഇനി ബോംബെ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസെക്സ് ഇപ്പോൾ 72,000 എന്ന മാജിക്കൽ നമ്പർ രാവിലെ വന്നിരുന്നു. ഇപ്പോൾ 71,930-ലാണ് വ്യാപാരം നടക്കുന്നത്. 82 പോയിന്റ് ഉയർന്നാണ് സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ഇനി അമേരിക്കൻ ഡോളറിന്റെ മൂല്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറിന് ഇന്നും തകർച്ച തന്നെയാണ്. രാവിലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ രൂപ 2024-ൽ കരുത്താർജിക്കുമെന്ന്. അമേരിക്കൻ ഡോളർ ഒരു ഡോളറിന് 83 രൂപ 14 എന്ന നിലയിലാണ്. ഇനി നമുക്ക് നമ്മുടെ ഗസ്റ്റിലേക്ക് പോകാം. ഇൻട്രാഡേ മോഡിൽ നമ്മളോടൊപ്പം ചേരുന്നത് പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, രാവിലെ ഒരു വലിയ മുന്നേറ്റമുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത ഇൻട്രാഡേയിലേക്ക് എത്തുമ്പോൾ ബാങ്കിംഗ് ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ താഴേക്ക് പോകുന്നു. അതേസമയം IT ഓഹരികളും മീഡിയ ഓഹരികളും ഒക്കെ നന്നായി പെർഫോം ചെയ്യുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, ഇന്ന് കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു 21,750 ലെവല് റെസിസ്റ്റൻസ് ആണ് എന്ന് നിഫ്റ്റിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ നിലവാരം ആദ്യത്തെ ഒരു അരമണിക്കൂർ നിലനിർത്തിയതിനു ശേഷം പിന്നീട് മാർക്കറ്റ് പതുക്കെ താഴോട്ട് വരുന്നതാണ് നമ്മൾ കാണാൻ സാധിച്ചത്. നിഫ്റ്റിയെ സംബന്ധിച്ചോളം 21,660 അടുത്ത് വരെ താന്നെങ്കിലും തിരിച്ച് വീണ്ടും 690-95 ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാർക്കറ്റിൽ ഇന്ന് IT സ്റ്റോക്സ് TCS, ഇൻഫോസിസ്, വിപ്രോ എല്ലാം ഏകദേശം 1.5% ഉയർന്നാണ് ഇപ്പോഴും ട്രേഡ് നടക്കുന്നത്. മാർക്കറ്റിന്റെ മുന്നോട്ടുള്ള ഇന്നത്തെ ദിവസം ഞാൻ കാലത്ത് പറഞ്ഞതുപോലെ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ ചെറിയ ഒരു വോളറ്റിലിറ്റി നിലനിൽക്കാനാണ് സാധ്യത. താഴോട്ട് പോകുന്ന ദിവസം 625 ലെവല്, അതുപോലെ 575 ലെവലൊക്കെ സപ്പോർട്ടായിട്ട് ഇന്ന് നിഫ്റ്റിയിൽ നിൽക്കും. ആ ലെവലിന്റെ താഴേക്ക് പോകാൻ സാധ്യത കുറവാണ്. 750 തീർച്ചയായും ഇന്നത്തെ ട്രേഡിംഗിൽ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ കണക്ക് കൂട്ടാം. 750 കട്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ വീണ്ടും ഒരു ബുള്ളിഷ് മൂഡിലേക്ക് മാർക്കറ്റ് കടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസവും വരുന്ന ദിവസങ്ങളിലും ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആയിട്ട് നിൽക്കും. ശരി, എന്തായാലും ഓഹരി വിപണികൾ ഏഷ്യൻ തകർച്ചയെ ഏറ്റെടുത്തിട്ടില്ല, ചെറിയ മുന്നേറ്റത്തിലാണ്. ഇനി വൈകുന്നേരം ക്ലോസിംഗ് ബെല്ലിൽ കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും കാണാം 4:45. നമസ്കാരം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. അബ്ദുൽ സലാം പറയുന്ന വിനിമയ നിരക്ക് കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ, പ്രവാസികൾക്ക് അത് വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ്. അത് നമ്മൾ ഈ
പരിപാടി ചെയ്യുന്ന കൃഷ്ണ ചെറിയാനെ അറിയിക്കും. ഇത്തരത്തിൽ അബ്ദുൽ സലാമിൻ്റെ ഒരു നിർദ്ദേശമുണ്ട് പ്രവാസികൾക്ക് വേണ്ടി എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കുന്നുണ്ട്. ആശ പറയുന്നത്, ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് 24 കാണുന്നത്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒരു ഹായ് പറയാമോ? വീട് വയനാടാണ്. പുൽപ്പള്ളി കലോത്സവവേദിയിലെ എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും എല്ലാവർക്കും ആശംസകൾ നമ്മളും നേരത്തെ തന്നെ നേരുന്നു. ആശയുടെ ആശംസകൾ കൂടി നമ്മൾ അറിയിക്കുകയാണ്. സൂരജ് താൻ സൗദി അറേബ്യയിൽ നിന്നാണ് എന്ന് പറയുന്നു. പരിപാടിയുടെ ഭാഗമാകുന്നതിൽ നന്ദി അറിയിക്കുന്നു. ലിസ്റ്റൺ, പ്രകാശ് കൃഷ്ണയൊക്കെ സജീവമായി തന്നെ നമ്മോടൊപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലിജിൻ മാത്യു, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം കുവൈറ്റ് പറയുന്നു. തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ ലിജിൻ. നമ്മൾ വാർത്തകളിലേക്ക് തിരികെ പോവുകയാണ്. തമിഴ്നാട് ഗവർണർക്കെതിരെ വീണ്ടും സുപ്രീം കോടതി. സുപ്രീം കോടതിയും ഗവർണർ വിഷയത്തിലൊക്കെ നടത്തുന്ന പല പ്രതികരണങ്ങളും ഗവർണർമാരുടെ നടപടികൾക്ക് എതിരാണ്. സമാനമായ രീതിയിൽ ഇന്നും പ്രതികരണമുണ്ടായി കോടതിയുടെ ഭാഗത്തുനിന്ന്. മന്ത്രിമാരെ നീക്കം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്ന വാദം സുപ്രീം കോടതി തള്ളി. തമിഴ്നാട് മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജിക്കെതിരായ സംസ്ഥാന സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അറസ്റ്റിലായ ബാലാജിയെ ഗവർണർ നീക്കം ചെയ്തിട്ടും സംസ്ഥാന സർക്കാർ അത് അംഗീകരിക്കാത്തത് ഭരണഘടനാ വിരുദ്ധം എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. മന്ത്രിമാരെ നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനിവാര്യമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഗവർണർ പുറത്താക്കിയെങ്കിലും സെന്തിൽ ബാലാജി ഇപ്പോഴും തമിഴ്നാട്ടിൽ വകുപ്പില്ലാ മന്ത്രിയായി തുടരുകയാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, സർക്കാരുമായുള്ള തർക്കത്തിനിടെ ഒരു ഓർഡിനൻസിൽ സംസ്ഥാനത്ത് ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ളത്. GST നിയമ ഭേദഗതി ഓർഡിനൻസിനാണ് ഗവർണർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. VA ഗിരീഷ് ഉണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഈ സർക്കാർ ഗവർണർ തർക്കം ഒരു ഭാഗത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. വിവാദ ഓർഡിനൻസുകളുടെ ബില്ലുകളുടെ കാര്യത്തിലൊക്കെ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. കോടതിയിലേക്ക് ആ വ്യവഹാരങ്ങളൊക്കെ എത്തിയതാണ്. അതിനിടയിലാണല്ലോ ഇപ്പോൾ ഈ ഓർഡിനൻസിലെ ഒപ്പിടൽ. ഗിരീഷ്, ഉന്മേഷ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസിലാണ് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നത്. സർക്കാരുമായുള്ള പോര് തുടരുന്നതിനിടയിൽ തന്നെയാണ് ഗവർണറുടെ ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. 2 പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ തർക്കം, സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ ഏതായാലും ഈ നിയമ ഭേദഗതിയിൽ ഒപ്പിട്ടിരിക്കുന്നത്. പണം വെച്ചുള്ള ചൂതാട്ടങ്ങൾക്ക് GST നിർണ്ണയിക്കുന്നതിൽ വ്യക്തത വരുത്തിക്കൊണ്ടുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ ഓർഡിനൻസ്. 50ാമത് GST കൗൺസിലിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തരത്തിലുള്ള ഭേദഗതി ഈ നിയമത്തിൽ കൊണ്ടുവന്നത്. ഓൺലൈൻ ഗെയിമുകൾക്ക് നികുതി 28% നിശ്ചയിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് ആണ് ഇപ്പോൾ ഗവർണർക്ക് സർക്കാർ അയച്ചിരുന്നത്. ഇത് ഒരാഴ്ച മുമ്പാണ് ഗവർണർക്ക് അയച്ചത്. ഇതാണ് ഇപ്പോൾ ഗവർണർ അംഗീകരിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ശരി ഗിരീഷ്. ഏതായാലും ഈ ഓർഡിനൻസിൽ ഗവർണർ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുകയാണ്. VA ഗിരീഷാണ് ആ വാർത്ത നൽകിയത്. ഒരു അക്കൗണ്ടിൽ നിന്നൊരു വാർത്ത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് സഭാ വൈദികനെതിരായ നടപടിയാണ്. ആ വാർത്ത നമ്മൾ നൽകിയതാണ് എന്ന് ആ അക്കൗണ്ടിലൂടെ പ്രതികരണം അറിയിച്ച പ്രേക്ഷകനെ അറിയിക്കുകയാണ്. സുനിൽകുമാർ, താൻ യൂറോപ്പിൽ നിന്ന് 24 കാണുന്നു എന്ന് പറയുന്നു. നന്ദി സുനിൽകുമാർ, താങ്കൾ ഞങ്ങളുടെ ഒപ്പം തുടരുമല്ലോ. ഒരു അക്കൗണ്ടിൽ നിന്ന് SK ബാങ്കേഴ്സ് എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, സ്കൂൾ കലോത്സവം എന്ന ഒറ്റ പരിപാടി കൊണ്ട് ജനങ്ങളുടെ ക്ഷമയെയാണ് 24 പരീക്ഷിക്കുന്നത്. സ്കൂൾ കലോത്സവം പോലുള്ള പരിപാടിയോടൊന്നും മലയാളികളിലെ വെറും 10% പോലും താല്പര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ കുട്ടികളല്ലേ, അവരൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരട്ടെ, അവർക്കൊക്കെ അത് പ്രോത്സാഹനമാവുന്ന സമീപനമാണ് സ്കൂൾ കലോത്സവമൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് കൂടി അതിനെ കാണണം എന്ന് ആ പ്രേക്ഷകനെ അറിയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിന് ക്ഷണമുണ്ടായിരുന്നു എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിരുന്നിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം മുഖ്യമന്ത്രിയോട് ചോദിക്കണമെന്നും ഗവർണർ ഇന്ന് പ്രതികരിച്ചു. BJP ടിക്കറ്റിൽ മത്സരിക്കണമെന്ന ബൃന്ദ കാരാട്ടിന്റെ വെല്ലുവിളിയെ പൂർണ്ണ അവജ്ഞയോടെ തള്ളുന്നുവെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സർക്കാരുമായി തനിക്ക് ഭിന്നതയില്ലെന്നും നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്യുന്നതെന്നും ഗവർണർ ആവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിനുള്ള ക്ഷണക്കത്ത് രാജ്ഭവനിൽ കിടപ്പുണ്ടെന്നും താൻ വിരുന്നിന് പോകാത്തതിന്റെ കാരണം മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കണമെന്നും ഗവർണർ. I don't want to comment on all these things. Invitation is there in Rajbhavan. Go and see it. But why I should explain it? It is for you to find out. You ask me questions. You don't ask questions there. That is your problem. പദവിക്ക് അപമാനമുണ്ടാക്കാതെ BJP ടിക്കറ്റിൽ മത്സരിക്കണമെന്ന ബൃന്ദ കാരട്ടിന്റെ വെല്ലുവിളിയിൽ മറുപടി ഇങ്ങനെ. Has she ever fought any election? I don't want to entertain. I would like to treat such comments with the contempt which they deserve. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി വിമർശനം തുടരുന്ന ഗവർണറോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് LDF-ഉം. 24 തിരുവനന്തപുരം.
ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് മനോജിന്റെ പ്രതികരണം വരുന്നത്. ഓർഡിനൻസുകളിൽ ഒപ്പിടാത്തത് ഗവർണർക്ക് തിരിച്ചടിയാകുമെന്ന് കണ്ടുകൊണ്ടാണോ ഇങ്ങനെ ഓരോന്നിലായി ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിലുണ്ട് എന്നത് മനോജ് ഓർക്കുമല്ലോ. സ്വാഭാവികമായും ഒരുപക്ഷെ അത്തരത്തിൽ കൂടി അദ്ദേഹം ചിന്തിക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹം ചില ഓർഡിനൻസുകൾ ഒപ്പിടുന്നുണ്ട്. പക്ഷേ ആ വിവാദ ഓർഡിനൻസുകളുടെ കാര്യത്തിൽ ഗവർണർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം ഇസ്രയേൽ പറയുന്നുണ്ട് ഷൈജു ആന്റണി. തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ ഷൈജു. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ നമ്മോടൊപ്പം സജീവമായി തുടരുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ബഹ്റൈനിൽ നിന്നും അജിൻ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുകയാണ്. ഒട്ടേറെ വാർത്തകളൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നത് ബംഗാളിൽ നിന്നുള്ള വാർത്തയാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട് റെയ്ഡ് ചെയ്യാനെത്തിയ ED ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനങ്ങൾ അടിച്ചു തകർത്തു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നു എന്നാണ് ഈ സംഭവത്തെ മുൻനിർത്തി BJPയുടെ ആരോപണം. 24 നോർത്ത് പർഗാന ജില്ലയിലെ സനേക്ചാലി ഗ്രാമത്തിലാണ് സിനിമാ സ്റ്റൈൽ ആക്രമണം. റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വീട് പരിശോധിക്കാനാണ് ED സംഘമെത്തിയത്. സ്ത്രീകൾ ഉൾപ്പെടെ 200 പേർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് വാഹനം അടിച്ചു തകർത്തു. പരിശോധന നടത്താതെ സംഘം മടങ്ങി. ഉദ്യോഗസ്ഥർ സുരക്ഷിതരെന്ന് ED അറിയിച്ചു. അക്രമത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ബംഗാളിൽ മാസങ്ങളായി തുടരുന്ന ED നടപടിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് ആക്രമണം. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തി. ആസൂത്രിതമായ ആക്രമണമാണ് ബംഗാളിൽ നടന്നതെന്നാണ് ആരോപണം. അക്രമികൾ റോഹിംഗ്യനുകളാണെന്ന വിവാദ പ്രസ്താവനയുമായി BJP നേതാവ് സുവേന്ദു അധികാരി രംഗത്തെത്തി. 24 ഡൽഹി. സംസ്ഥാനത്തെ സാമ്പത്തിക നില അത്ര ഭദ്രമല്ല. അത് മന്ത്രിമാർ ഉൾപ്പെടെ സർക്കാർ ഉൾപ്പെടെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഈ പ്രതിസന്ധിയുമായി ചേർത്ത് വെക്കേണ്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. 800 കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനുള്ള കടപ്പത്രങ്ങളുടെ ലേലം 9-ാം തീയതി നടക്കാൻ പോവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയാണ് സംസ്ഥാനത്തെ വികസന പദ്ധതികൾ. 2024 കടന്നിട്ടും പദ്ധതി ചെലവ് പകുതി പോലും പിന്നിടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലൈഫ് പദ്ധതി ഇതിനിടെ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയാണ്. പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് 800 കോടി കടമെടുക്കാനുള്ള തീരുമാനം. കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ സാമ്പത്തിക വർഷം 6000 കോടി കൂടി കടമെടുക്കാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ടെങ്കിലും കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിട്ടില്ല. ഇതിനായി 2 മാസം മുമ്പ് സംസ്ഥാനം കത്ത് നൽകിയിരുന്നു. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയാണ് സംസ്ഥാനത്തെ വികസന പദ്ധതികൾ. 52 ഭരണവകുപ്പുകളിലായി 230 നിർവഹണ ഏജൻസികളും 1034 തദ്ദേശഭരണ സ്ഥാപനങ്ങളും നടപ്പാക്കുന്ന പദ്ധതികളുടെ ചെലവ് 2024 കടന്നിട്ടും പകുതി പോലും എത്തിയില്ല. ആകെ ചെലവഴിച്ചത് 47% തുക മാത്രമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ 48.22%, വകുപ്പുകൾ 48.01% ചെലവഴിച്ചത്. സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് പദ്ധതി നടത്തിപ്പും സ്തംഭനത്തിലായി. ആകെ ചെലവഴിച്ചത് 3.17% മാത്രം. നഗരപ്രദേശത്ത് 3.97%, ഗ്രാമപ്രദേശത്ത് 2.17% പദ്ധതി ചെലവ്. 24 തിരുവനന്തപുരം. ആ നില എത്ര കാലം ഇങ്ങനെ തുടരുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതായാലും അതുവഴി വികസന പദ്ധതികളൊക്കെ സ്തംഭിക്കുന്നൊരവസ്ഥ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ പ്രേക്ഷകർ സജീവമായി തന്നെ നമ്മൾക്കൊപ്പമുണ്ട്. മിസ്നി ഗുഡ് ആഫ്റ്റർനൂൺ ടീം 24 എന്ന് പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്നി. ഷാജി പൊയ്കയിൽ ദുബൈയിൽ നിന്നാണ് ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ഷാജി. കെ വാസുദേവ പൈ ലണ്ടനിൽ നിന്ന് 24ന്റെ സ്ഥിരം പ്രേക്ഷകനാണ് എന്നത് അറിയിക്കുന്നുണ്ട്. നന്ദി. താങ്കൾ ഇനിയും ഞങ്ങളോടൊപ്പം തന്നെ തുടരുമല്ലോ. രഘുനന്ദനൻ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം കൊല്ലം ആനന്ദവല്ലി ഭാഗത്ത് നിന്ന് ഓട്ടോയിൽ വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബാഗ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നാണ് രഘുനന്ദനൻ തിരുമുല്ലവരം. അദ്ദേഹം നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബാഗ് നഷ്ടപ്പെട്ടു പോയെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഇതിൽ സുധീഷ് BK ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടാണത്. കടം ഇങ്ങനെ ഉയർന്നു പോയാൽ ഇതൊക്കെ എങ്ങനെ തിരിച്ചടയ്ക്കും? അത് വലിയ പ്രതിസന്ധിയല്ലേ സൃഷ്ടിക്കുക എന്നുള്ള ചോദ്യം അദ്ദേഹം ഇപ്പോൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. നെല്ല് സംഭരിച്ചിട്ടും സപ്ലൈകോ പണം നൽകാത്തതിൽ പ്രതിഷേധവുമായി അപ്പർ കുട്ടനാട്ടിലെ കർഷകർ ഈ മാസം 10-ന് കോട്ടയം സപ്ലൈകോ ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. അപ്പർ കുട്ടനാട് കാർഷിക വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം. വിരിപ്പ് കൃഷിക്ക് ശേഷം അപ്പർ കുട്ടനാട്ടിലെ 7000-ലധികം കർഷകരിൽ നിന്നായി 2 ലക്ഷത്തിലധികം ക്വിന്റൽ നെല്ലാണ് സപ്ലൈകോ ശേഖരിച്ചത്. ഇതിൽ 2500 കർഷകർക്ക് പണം നൽകി. ബാക്കിയുള്ള 5000 കർഷകർക്ക് ഇതുവരെ
പണം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. സപ്ലൈകോയും ബാങ്കും തമ്മിലുള്ള എഗ്രിമെന്റ് ഒപ്പിടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിവരം. പണം ലഭിക്കാതെ വന്നതോടെ അടുത്ത കൃഷി ഇറക്കാൻ ബുദ്ധിമുട്ടുകയാണ് കർഷകർ. ഈ സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് കടക്കാൻ അപ്പർ കുട്ടനാട് നെൽകർഷക സമിതി തീരുമാനിച്ചത്. കാർഷിക മേഖലയോടുള്ള ഒരു നിരുത്തരവാദപരമായ സമീപനം ഇക്കാര്യത്തിൽ തുടർന്നു വരുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. സമരപരിപാടികളുടെ ആദ്യഘട്ടമായാണ് സപ്ലൈകോ മാർച്ച് നടത്തുന്നത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ തവണയും പണം വൈകി ലഭിച്ചതിനാൽ പലരും കടം വാങ്ങിയാണ് കൃഷി ഇറക്കിയത്. അതുകൊണ്ട് തന്നെ നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ പണം ലഭ്യമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. 24 കോട്ടയം. ഇതിൽ ഒട്ടേറെ പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. അതിൽ പത്മകുമാർ ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ നിന്ന് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പത്മകുമാർ. ഐഷ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രേക്ഷക സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്, അതിൽ രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് ഐഷ പറയുന്നു. ഐഷ അങ്ങനെയല്ല, എന്തെങ്കിലും അത്യാവശ്യം വന്നതുകൊണ്ടായിരിക്കും. വിളിച്ചാൽ ആ നമ്പറിൽ ഫോൺ എടുക്കുന്നതാണ്, വിവരങ്ങൾ അറിയിക്കുന്നതാണ്. ഒന്നുകൂടി ശ്രമിച്ച് നോക്കുമല്ലോ. കേരളം ഒരു ശ്രീലങ്കയായി മാറുമോ എന്നാണ് സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുമ്പോൾ ഷാഹുൽ ഹമീദിന്റെ സംശയം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ. ജിസ് മാത്യു ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു ഒമാനിൽ നിന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ. ജിസ് ഷബീർ അലി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഷബീർ അലി. ശ്രീജയ പറയുന്നത് ഞാനൊരു ആക്സിഡന്റ് പറ്റി കിടക്കുകയാണ്, 24 ചാനൽ മാത്രമാണ് കാണുന്നത് എന്ന് പറയുന്നു. 24-നൊപ്പം തുടരുന്നതിൽ ശ്രീജയ നന്ദി അറിയിക്കുന്നൊപ്പം വളരെ വേഗം താങ്കൾക്ക് സുഖപ്പെടട്ടെ, പഴയ പോലെ ആകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക്. ഇന്ധന കുടിശ്ശിക വർദ്ധിച്ചതോടെ നിരത്തിലിറക്കാനാകാതെ പോലീസ് വാഹനങ്ങൾ. പണം നൽകാതെ ഇന്ധനം ഇല്ല എന്നാണ് പമ്പ് ഉടമകളുടെ നിലപാട്. ഡീസൽ അടിച്ച വകയിൽ പമ്പുകൾക്ക് 2 മാസം മുതൽ 1 വർഷത്തെ വരെ കുടിശ്ശിക തുക നൽകാനുണ്ട്. ഇന്ധനം ലഭിക്കാതെ വന്നതോടെ പലയിടങ്ങളിലും രാത്രികാല പട്രോളിംഗ് പോലീസ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നവകേരള സദസ്സിന് അകമ്പടി പോയ വകയിൽ ഉൾപ്പെടെ നൽകാനുള്ള കുടിശ്ശിക ഭീമമായതോടെയാണ് പമ്പുടമകൾ നിലപാട് കടുപ്പിച്ചത്. അടിച്ച ഇന്ധനത്തിന് പണം നൽകാതെ വന്നതോടെ പല പോലീസ് വാഹനങ്ങളും പാർക്കിംഗിലാണ്. 2 മാസം മുതൽ 1 വർഷം വരെ കുടിശ്ശിക നൽകാനുണ്ട്. തിരുവനന്തപുരം റൂറൽ മേഖലയിലെ കണക്കെടുത്താൽ കിളിമാനൂരിൽ മാത്രം 2 പമ്പുകൾക്ക് നൽകാനുള്ളത് 10 ലക്ഷം. ആറ്റിങ്ങൽ 6 ലക്ഷം, കടയ്ക്കാവൂർ, ചിറയിൻകീഴ 10 ലക്ഷം വീതം. ഇങ്ങനെ പോകുന്നു കണക്കുകൾ. ഇന്ധനം ലഭിക്കാതെ വന്നതോടെ പലയിടങ്ങളിലും രാത്രികാല പട്രോളിംഗ് നിർത്തി. അടിയന്തര ആവശ്യങ്ങൾക്ക് സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. കയ്യിൽ നിന്ന് പണമെടുത്ത് വണ്ടിയോടുന്ന സ്റ്റേഷനുകളുമുണ്ട്. അടിയന്തരമായി സർക്കാർ ഇടപെട്ട പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ പോലീസിന്റെ ദൈനംദിന പ്രവർത്തികളെ അടക്കം പ്രതികൂലമായി ബാധിക്കും. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. അബ്ദുറഹ്മാൻ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം ദുബായ് പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ അബ്ദുറഹ്മാൻ. ഈ വിഷയത്തിലൊക്കെ ഒട്ടേറെ പ്രതികരണങ്ങൾ പ്രേക്ഷകർ നടത്തുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയാണല്ലോ, അതുകൊണ്ട് ഒട്ടേറെ പ്രേക്ഷകർ തന്നെ സജീവമായി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ ആവുന്നത് നല്ലതല്ല എന്നാണ് പ്രേക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഷാജി മോസ്കോയിൽ നിന്നാണ് 24 കാണുന്നതെന്ന് പറയുന്നു. ഒപ്പം ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അനീഷ് സി ഡി. അദ്ദേഹം യൂറോപ്പിൽ നിന്നാണ്, അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് അദ്ദേഹം പറയുന്നതെന്നാണ് കരുതുന്നത്. കേരളത്തെ പിന്നോട്ട് വലിക്കുന്ന ഭരണം എന്നിങ്ങനെയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഈ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച വാർത്ത നൽകുമ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അടുത്തൊരു റിപ്പോർട്ടിലേക്കാണ്. മധുര ഷാഹിദ് ഖാഗ് പള്ളിയിൽ സർവേ ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. സർവേ വേണമെന്നും പള്ളി പൊളിക്കണം എന്നുമായിരുന്നു അഭിഭാഷകനായ മഹേക് മഹേശ്വരിയുടെ ഹർജിയിൽ ആവശ്യം. ഭാവിയിൽ ഇത്തരം ഹർജികളുമായി വരരുത് എന്ന് സുപ്രീം കോടതി താക്കീത് നൽകി. നേരത്തെ അലഹബാദ് ഹൈക്കോടതിയും ഈ ഹർജി തള്ളിയിരുന്നു. അടുത്തൊരു വാർത്തയിലേക്ക് കൂടി വളരെ വേഗത്തിൽ. ഹലാൽ നിരോധനത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. നിരോധനം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നായിരുന്നു ഹർജിയിലെ ആരോപണം. ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹർജിയിലാണ് ഈ നോട്ടീസ്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആർക്കെ, എന്താണ് വിവരങ്ങൾ? ഉത്തർപ്രദേശില് സർക്കാർ ഈ ഹലാൽ എന്ന എഴുതി വെക്കുന്നത്, ആഹാരങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് എഴുതി വെക്കുന്നതും ഒപ്പം ഹോട്ടലുകളിൽ രേഖപ്പെടുത്തുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. നിലവിലുള്ള നിയമത്തിന്റെ താല്പര്യത്തിന് എതിരാണ് ഈ ഹലാൽ പ്രയോഗം എന്നുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അത് എഴുതി വയ്ക്കുന്നതും ഒപ്പം ആഹാര പദാർത്ഥങ്ങളിൽ പ്രിന്റ് ചെയ്ത് പ്രദർശിപ്പിക്കുന്നതും അടക്കമുള്ളവ നിരോധിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ തീരുമാനം അത് നിലവിലുള്ള സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും ഈ ഹർജിക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാട്ടുന്നത് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള
രീതിയിൽ ആഹാരം വിപണനം ചെയ്തുകൊണ്ടിരുന്നു. ഭക്ഷിക്കാനായിട്ടുള്ള അവകാശം, അത് സംശുദ്ധമാണ് ഭക്ഷണം എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗമാണ് ഹലാൽ എന്നുള്ളത്. അതിനെ മറ്റു താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവിന് നിയമസാധുത ഇല്ല എന്നുള്ളതാണ് ഹർജിക്കാർ വാദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയുടെ സമയത്ത് കമന്റുകൾ വരുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ സജി ജോസഫ് ഒരു കാര്യം പറയുന്നുണ്ട്. ശബരിമല എയർപോർട്ട് കാര്യങ്ങൾ എത്രയും വേഗം നടപ്പാക്കാൻ സർക്കാരിന് സാമ്പത്തിക തടസ്സമുണ്ടെന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, അനുമതികളൊക്കെ ഒരു ഭാഗത്ത് നേടുന്നുണ്ട്. അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് ഇനി അറിയേണ്ട കാര്യമാണ്. ഏതായാലും സർക്കാർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. റസിയ നിസാർ പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ 24ന്റെ സ്ഥിരം പ്രേക്ഷകയാണ് എന്നാണ് അറിയിക്കുന്നത്. റസിയ, ഏതായാലും ഉമ്മയോട് ഞങ്ങളുടെ അന്വേഷണം പറയുക, ഞങ്ങളുടെ സ്നേഹം അറിയിക്കുക, 24നൊപ്പം ഇനിയും ഉണ്ടാകണമെന്ന് കൂടി ഉമ്മയോട് പറയൂ. നന്ദി രേഖപ്പെടുത്തുകയാണ് ആ പിന്തുണയ്ക്ക്. ഉണ്ണി മേനോൻ സൗദി അറേബ്യയിൽ നിന്ന് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഉണ്ണി മേനോൻ. അബ്ദുൽ ഖാദർ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. ഹാഷ്മി എവിടെയെന്ന് ശ്രീ ചോദിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു ഹാഷ്മിക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒന്ന് മാറി നിൽക്കേണ്ടി വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രേക്ഷക സമ്മേളനം, സംസ്ഥാന സമ്മേളനം എന്നാണെന്ന് സജു ചോദിക്കുന്നുണ്ട്. അത് 28-ാം തീയതിയാണ്, ഉച്ചയ്ക്ക് ശേഷം അത് ഉണ്ടാകും. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിയിപ്പ് എന്ന് ഓർക്കുമല്ലോ. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ നമ്മോടൊപ്പം സജീവമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. എല്ലാ പഞ്ചായത്തുകളിലും ഹാപ്പിനെസ് പാർക്ക് വരുന്നു. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പാർക്ക് ഒരുങ്ങും. മാസത്തിൽ ഒരു ദിവസം ഹാപ്പിനെസ് ഡേ ആയി ആഘോഷിക്കും. ജനങ്ങളുടെ വിരസത ഒഴിവാക്കിയെന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തീരുമാനം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പാർക്കിനായി 50 സെന്റ് ഭൂമിയെങ്കിലും കണ്ടെത്തണം. മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായിരുന്ന പ്രദേശങ്ങൾ ഇതിനായി ഉപയോഗിക്കാൻ മുൻഗണന നൽകണം. ഭൂമി വാങ്ങി പാർക്കാക്കുന്നതിന് വികസന ഫണ്ടും തനത് ഫണ്ടും ഉപയോഗിക്കാം. സ്പോൺസർഷിപ്പിലൂടെയും ഫണ്ട് ശേഖരണത്തിന് സർക്കാർ അനുമതി നൽകി. കലാപരിപാടികളും ഫുഡ് ഫെസ്റ്റിവലും ഉൾപ്പെടെ ഒരുക്കി മാസത്തിൽ ഒരു ദിവസം ഹാപ്പിനെസ് ഡേ ആഘോഷിക്കണം. പാർക്കിൽ ഇരിപ്പിടവും വിനോദ ഉപാധികളും ഉണ്ടാകണം. ഡാൻസിംഗ് ഫ്ലോറും സിംഗിംഗ് ഫ്ലോറും യോഗ ജോഗിംഗ് സൗകര്യവും ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ്, മൊബൈൽ റീചാർജിംഗ്, വൈഫൈ എന്നിവ നിർബന്ധമാണ്. ഭംഗിയുള്ള ലൈറ്റിംഗ് സംവിധാനം പാർക്കിൽ ഉണ്ടാകണം. സേവ് ദ ഡേറ്റിനും ബർത്ത്ഡേ പാർട്ടിക്കും വിനിയോഗിക്കാനുള്ള ഭംഗി പാർക്കിന് വേണമെന്നതാണ് നിബന്ധന. പദ്ധതി നടപ്പാക്കാനുള്ള കരട് തയ്യാറാക്കി നൽകാൻ ചീഫ് ടൗൺ പ്ലാനർക്ക് നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. അങ്ങനെ ഹാപ്പിനെസ് പാർക്ക് വരുന്നു എന്ന് നമ്മൾ വാർത്ത നൽകുമ്പോൾ അപ്പോൾ തന്നെ താഹറയുടെ പ്രതികരണം വരുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, അത്തരത്തിലൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അത്തരമൊരു പാർക്ക് നിർമ്മാണത്തിന് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇതിനായി സ്ഥലം ഏറ്റെടുക്കാനൊക്കെയുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളത്തേക്കാണ്. അവിടെ വനം വകുപ്പ് നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മാങ്കുളം DFO ഉൾപ്പെടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തു. മാങ്കുളത്ത് വനരാജ് അനുവദിക്കില്ല എന്ന് ജനകീയ സമരസമിതി പറഞ്ഞു. നാളെ മാങ്കുളം പഞ്ചായത്തിൽ ഹർത്താലിനും ആഹ്വാനമുണ്ട്. മാങ്കുളം പഞ്ചായത്ത് നിർമ്മിച്ച പെരുമ്പൻകുത്ത് വാച്ച് ടവർ പൊളിച്ചു നീക്കണമെന്നാണ് വനം വകുപ്പിന്റെ ആവശ്യം. എന്നാൽ ടവർ നിൽക്കുന്നത് വനഭൂമിയിലല്ലെന്നും മാങ്കുളത്തെ ജനങ്ങളെ ഒഴിപ്പിച്ച വനവൽക്കരണം നടപ്പാക്കുകയാണ് വനം വകുപ്പിന്റെ ലക്ഷ്യമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മാങ്കുളം സംക്ഷിപ്ത വനഭൂമി വിജ്ഞാപനത്തിന്റെ മറവില് മാങ്കുളത്തെ പട്ടയമില്ലാത്ത ഭൂമിയിൽ താമസിക്കുന്ന 1000-ഓളം കർഷക കുടുംബങ്ങളെ കുടിയിറക്കി ഏകവനം പദ്ധതി നടപ്പാക്കുക എന്ന ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ജോബ് ജെ നേര്യമ്പറമ്പിൽ എന്ന ACF ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തുറന്ന മലയോര ഹൈവേയിൽ കൂടി പാസ് കൊടുത്ത് കടത്തിവിട്ട 10 ചെറുപ്പക്കാർക്ക് പിന്നാലെ വന്ന് അറസ്റ്റ് ചെയ്ത് കള്ളക്കേസ് പോലും എടുത്തത് അതിന്റെ പേരിലാണ്. ഇന്നലെ ടവർ ഒഴിപ്പിക്കാനെത്തിയ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ ജനപ്രതിനിധികൾക്ക് മർദ്ദനമേറ്റിരുന്നു. ഈ പരാതിയിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത്. നാളെ DFO ഓഫീസിലേക്ക് ജനകീയ സമരസമിതി മാർച്ച് നടത്തും. ഞങ്ങൾ DFO ഓഫീസ് മാർച്ച് നടത്തും. അദ്ദേഹവുമായിട്ട് സംസാരിക്കും. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാത്തിനും ഇപ്പോൾ പരിഹാരം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ആശ്വസിപ്പിച്ചു വിടും. ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരോട് പറയുന്ന മാനുഷിക വികാരങ്ങളോടും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും പറയുന്ന കാര്യമായിട്ടാണ് ഞങ്ങൾ ഇതുവരെ ഇത് പരിഗണിച്ചിരുന്നത്. ഞങ്ങളുടെ പേരിൽ അനാവശ്യമായിട്ട് കേസെടുത്ത് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ജയിലിൽ പോയി കിടക്കും. ഞങ്ങൾ ജയിൽ നിറയ്ക്കൽ സമരം നടത്തും. സംഘർഷത്തിനിടയിൽ മർദ്ദനമേറ്റ DFO, ACF എന്നിവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരെ മർദ്ദിച്ച് നാട്ടുകാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. വിഷയം വനം മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ജനപ്രതിനിധികൾ വ്യക്തമാക്കി. അനധികൃത നിർമ്മാണമാണെങ്കിൽ നിയമമനുസരിച്ച് വനം വകുപ്പിന് നടപടി സ്വീകരിക്കാം.
അതല്ലാതെ ഏകപക്ഷീയമായി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ജനാധിപത്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്. അതിനെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ സ്വാഭാവികവും. മാങ്കുളത്ത് നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24. സിബിൻ ബാബു പറയുന്നത് 24 താനും കുടുംബവും കാണാറുണ്ട് എന്നുള്ളതാണ് സിബിൻ. അതിന് നന്ദി അറിയിക്കുന്നു. ഇനിയും ഞങ്ങളോടൊപ്പം തന്നെ തുടരുക. ഷെയ്ൻ ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം രാജസ്ഥാൻ എന്ന് എഴുതുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഷെയ്ൻ. ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ തുടരുന്നുണ്ട്. ശ്യാമ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്യാമ. അങ്ങനെ പ്രേക്ഷകർ വിവിധ വിഷയങ്ങളിലൊക്കെ പ്രതികരണം അറിയിക്കുന്നുണ്ട്. നേരത്തെ രാധ കേസുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണങ്ങളൊക്കെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മഞ്ജു ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മഞ്ജു. അങ്ങനെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒപ്പം ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ അറിയിച്ചുകൊണ്ട് പ്രേക്ഷകർ സജീവമായി തന്നെ നമ്മോടൊപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്. ഹാപ്പിനെസ് പാർക്കിൽ എല്ലാം ഹാപ്പി, പാർക്കിന് പുറത്തോ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് മജു അലക്സിന്റെ ചോദ്യം. കോഴിക്കോട് ICU പീഡനത്തിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ VP സുമതിക്കെതിരായ വകുപ്പ് തല നടപടിക്ക് സ്റ്റേ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് നടപടി. വിശദീകരണം ചോദിക്കാതെയാണ് സ്ഥലം മാറ്റിയത് എന്ന VP സുമയുടെ പരാതി പരിഗണിച്ചാണ് നടപടി. ജനുവരി 1-നാണ് ICU പീഡന കേസിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ VP സുമതിയെയും നഴ്സിംഗ് സൂപ്രണ്ട് ബെറ്റി ആന്റണിയെയും സ്ഥലം മാറ്റി DME ഉത്തരവ് പുറത്തിറക്കിയത്. പീഡന പരാതിയെക്കുറിച്ച് അറിഞ്ഞിട്ടും കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. VP സുമതിക്ക് തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്കും ബെറ്റി ആന്റണിക്ക് കോന്നി മെഡിക്കൽ കോളേജിലേക്കുമായിരുന്നു സ്ഥലമാറ്റം. ഉത്തരവ് പുറത്തിറങ്ങിയിട്ടും ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിടുതൽ വാങ്ങിയിരുന്നില്ല. ഇരുവരും സർവീസിൽ നിന്നും വിരമിക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണുള്ളത്. വിശദീകരണം ചോദിക്കാതെയാണ് നടപടിയെടുത്തതെന്ന് കാണിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചതോടെയാണ് 2 മാസത്തെ സ്റ്റേ. ഉത്തരവിന്റെ പകർപ്പ് VP സുമതി ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കൈമാറി. കേസിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ 5 ജീവനക്കാരെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിംഗ് ഓഫീസർ PB അനിതയെ സ്ഥലം മാറ്റിയ ഉത്തരവും നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ 2 മാസത്തേക്ക് മരവിപ്പിച്ചിരുന്നു. 24 കോഴിക്കോട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരും സജീവമായി തന്നെ നമ്മോടൊപ്പം തുടരുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. അതിനു മുൻപ് നേരത്തെ ഒരു പ്രേക്ഷകൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇന്നലെ കണ്ണൂർ കളക്ട്രേറ്റ് വളപ്പിൽ ഒരു സമരം നടന്നിരുന്നു. നഴ്സസ് അസോസിയേഷന്റെ ആ സമരം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ആ പ്രേക്ഷകൻ ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അറിവിലേക്കായി പറയുന്നു. കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച കേരളത്തിന്റെ സാമ്പത്തിക വിഹിതം പുനഃസ്ഥാപിക്കുക, PFRD നിയമം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, കിടത്തി ചികിത്സയുള്ള എല്ലാ ആശുപത്രികളിലും 8 മണിക്കൂർ ഡ്യൂട്ടി നടപ്പാക്കുക, ഇങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങൾ, നഴ്സുമാരുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നഴ്സിംഗ് ഡിഗ്രിയാക്കി നിശ്ചയിക്കുക, ഇങ്ങനെ ഒട്ടേറെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ട്രേറ്റ് വളപ്പിൽ സമരം നടന്നത്. ആ സമരത്തിലാണ് M. വിജിൻ MLA പങ്കെടുത്തതും അതിപ്പോൾ പോലീസിനെതിരായ പ്രതികരണമായി, CPIM നേതാക്കളുടെ പ്രതികരണമായൊക്കെ മാറിയിരിക്കുന്നത്. ഗോവയിൽ പുതുവത്സരാഘോഷത്തിന് പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. DJ പാർട്ടിയുടെ സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ച് കൊന്നു എന്നാണ് ആരോപണം. യുവാവിന് മർദ്ദനമേറ്റു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഗോവയിലെ ബാംബുലി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് സഞ്ജയ്ക്ക് നെഞ്ചിലും പുറത്തും മർദ്ദനമേറ്റെന്ന് കണ്ടെത്തിയത്. വെള്ളത്തിൽ വീഴുന്നതിന് മുൻപ് തന്നെ മർദ്ദനമേറ്റിരുന്നത് സ്ഥിരീകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം രാസപരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷമേ വ്യക്തമാകൂ. ഈ സാഹചര്യത്തിലാണ് ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയത്. DJ പാർട്ടിക്കിടെ സ്റ്റേജിൽ കയറിയതിന് സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ചു കൊന്നെന്നാണ് ആരോപണം. വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേരള പോലീസിൽ പരാതി നൽകും. നിലവിൽ ഗോവൻ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഇത് ശക്തമായിട്ട് ഇതിൽ രംഗത്തുകൊണ്ട് ഇനി ആർക്കും ഇത് ഉണ്ടാകാൻ പാടില്ല. ഇത് എങ്ങനെയെങ്കിലും അന്വേഷിക്കാനുള്ള സെറ്റപ്പ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം. പിന്നെ ഇവിടുത്തെ തലയോറ പോലീസ് സ്റ്റേഷൻ പരാതി ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ മാൻമിസിങ് എടുത്തേക്കണേ, അല്ലാത്ത കേസെടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. അതിന് ഞാൻ പോകാൻ നിൽക്കും. എന്തായാലും മുന്നോട്ട് പോകണം നമുക്ക്. പുതുവത്സര രാത്രിയിൽ വാകത്തൂർ ബീച്ചിലെ DJ പാർട്ടിയിലാണ് സഞ്ജയും സുഹൃത്തുക്കളും പങ്കെടുത്തത്. പാർട്ടിക്കിടെ സ്റ്റേജിൽ കയറി സഞ്ജയ് നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്നലെ രാത്രിയോടെ നാട്ടിലെത്തിച്ച സഞ്ജയുടെ മൃതദേഹം പുലർച്ചെ സംസ്കരിച്ചു. 24 കോട്ടയം. സംസ്ഥാന സ്കൂൾ കലോത്സവം ഒരു ഭാഗത്ത് ഇപ്പോൾ സജീവമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഒട്ടേറെ പ്രേക്ഷകർ അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക്, പ്രതിഭകൾക്ക് ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട്. വസന്തകുമാരി വയനാട് SKMJ സ്കൂൾ ടീമിന് ആശംസകൾ അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ് വസന്തകുമാരി. നിശാന്ത് ഇറ്റലിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം ഗുഡ് മോർണിംഗ് ആണ് പറയുന്നത്. അവിടെ അങ്ങനെയാണ് സമയം എന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. മനോജ് കുവൈറ്റിൽ താൻ
അടുക്കളയിലാണ്, ചോറും തക്കാളിക്കറിയും ഒക്കെ ഉണ്ട്, അതിൻ്റെ പണിപ്പുരയിലാണ് എന്ന് അറിയിക്കുന്നുണ്ട്. ഹാഷ്മി ഇല്ലേ എന്ന് ഹരിതയുടെ ചോദ്യം. അനന്തു സുഗതൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ അനന്തു. സെബിൻ അബ്രഹാം, നമ്മൾ നേരത്തെ നൽകിയ മാങ്കുളം വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഇടുക്കിക്കാരെ കുടിയൊഴിപ്പിക്കാനുള്ള വനവകുപ്പിന്റെയും സർക്കാരിന്റെയും ശ്രമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ദ്രോഹിക്കുകയാണ് ലക്ഷ്യം എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് മുജീബ്. ഗുഡ് ആഫ്റ്റർനൂൺ മുജീബ്. അനീഷ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. ഹാപ്പിനെസ് പാർക്കുമായി ബന്ധപ്പെട്ട പ്രതികരണം നളിനാക്ഷന്റെ ഭാഗത്ത് നിന്ന്, അദ്ദേഹം കാസർഗോഡ് നിന്നാണ് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാജു ചോദിക്കുന്നത് എങ്ങനെയാണ് പ്രേക്ഷക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഒരു നമ്പർ അതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, തിരിച്ച് വിവരങ്ങളൊക്കെ അറിയിക്കും. ആ വിവരങ്ങൾ അനുസരിച്ച് കൊച്ചിയിലെത്തിയ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയും. അതാണിപ്പോൾ നിലവിലുള്ള ധാരണ. ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട് അമൽ പാലക്കൽ. ഗുഡ് ആഫ്റ്റർനൂൺ അമൽ. ഖത്തറിൽ നിന്ന് ജീസ് ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ജീസ്. മേരി നിഷയൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ പ്രതികരണം അറിയിക്കുമ്പോൾ അനൂപ് ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. അങ്കമാലി അർബൻ ബാങ്കിൽ അഴിമതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയില്ലെന്നാണ് ചോദിക്കുന്നത്. അനൂപ്, ആ വാർത്ത നമ്മൾ നൽകിയതാണ്. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിന്നുള്ള ആ റിപ്പോർട്ട്, അവിടെ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നു എന്നുള്ള തരത്തിലാണ് ഭരണസമിതി അംഗങ്ങൾക്കെതിരെ അടക്കം ആരോപണമുണ്ട്. അത് നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ വാർത്തയായി നൽകിയിട്ടുണ്ട്, ഓർക്കുമല്ലോ. തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്തതിൽ പ്രതികളെ പിടികൂടാത്തതിൽ സമരത്തിനൊരുങ്ങുകയാണ് യുവതിയുടെ കുടുംബം. സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരമിരിക്കും. കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 22 വയസ്സുകാരി ഷഹന ആത്മഹത്യ ചെയ്യുന്നത് ഡിസംബർ 27-ന്. മരണം നടന്ന് 10 ദിവസം പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. നീതി തേടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. ഇത്രയും ദിവസമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിനൊരു നീതി എന്ന് പറയുന്നത് കിട്ടുന്നില്ലല്ലോ. ഈ ഇതിനേക്കാളും വലിയ വലിയ കേസുകൾ എത്ര നിസ്സാരമായിട്ടാണ് അവർ പിടിച്ചുകൊണ്ടുവരുന്നത്. എന്നിട്ട് ഇത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. പോലീസിന്റെ പോലീസിനുമായിട്ട് അവർക്ക് നല്ല പിടിപാടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രതികൾക്കായുള്ള തിരച്ചിൽ തിരുവല്ലം പോലീസ് വ്യാപിപ്പിച്ചു. സംസ്ഥാനത്തിന് പുറത്തുൾപ്പെടെ അന്വേഷണം തുടരുകയാണ്. ഒരു പെൺകുട്ടി ജീവനൊടുക്കി 10 ദിവസം പിന്നിടുമ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. പ്രതികൾ എവിടെയെന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരാനാണ് ഷഹനയുടെ കുടുംബത്തിന്റെ തീരുമാനം. എ വി ജയശങ്കർ, 24, തിരുവനന്തപുരം. പ്രേക്ഷകർ നമ്മളൊപ്പം സജീവമായി തുടരുന്നുണ്ട്. അനീഷ് ആനന്ദ് കുവൈറ്റിൽ നിന്ന് പറയുന്നു. അദ്ദേഹവും 24-ന്റെ പ്രേക്ഷകരാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും 24-ന്റെ പ്രേക്ഷകർ ആണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ അനീഷ് ആൻഡ് ഫാമിലി. മലപ്പുറത്ത് നിന്ന് ഉബൈദ് ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. ഇന്നലെ എം മണിയുടെ സഹോദരന്റെ കടയിൽ സ്ഥാപനത്തിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ വാർത്ത വന്ന സമയത്ത് നമ്മൾ GSTയുടെ പരിശോധന സംബന്ധിച്ച വിവരങ്ങളൊക്കെ അതത് സമയത്ത് നിന്ന് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണെന്ന് ഓർക്കുമല്ലോ. ഹാഷ്മി ബ്രോ എവിടെ പോയി എന്നാണ് ഗീത ചോദിക്കുന്നത്. കലോത്സവം എന്തായെന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ മഴയുണ്ടോ എന്ന് ഒരു മജീദിന്റെ ചോദ്യം. അങ്ങനെ ഒട്ടേറെ വിഷയത്തിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കടത്തെക്കുറിച്ചൊരു എക്സ്പ്ലെയിനർ ചെയ്യാമോ എന്നാണ് ബിജു ഇപ്പോൾ ചോദിക്കുന്നത്. കലോത്സവത്തിൽ ഓരോ ജില്ലയ്ക്കും കിട്ടിയ പോയിന്റുകളൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഏതായാലും സജീവമായി തന്നെ നമ്മോടൊപ്പം പ്രേക്ഷകർ തുടരുന്നു ഇപ്പോഴും എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അത് അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്കൊന്ന് പോകുകയാണ്. വയനാട് പുൽപ്പള്ളി കുറ്റിച്ചിറ ടൗണിൽ കൂട്ടം തെറ്റിയെത്തിയ കാട്ടാനക്കുട്ടി കിടങ്ങിൽ വീണു. കാട്ടാനക്കുട്ടിയെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ കുറിച്ചിപ്പറ്റ വനമേഖലയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, ഞാൻ ആ പറഞ്ഞ സ്ഥലം ശരിയാണല്ലോ അല്ലെ? അല്ലെങ്കിൽ തിരുത്താം. എന്തൊക്കെയാണ് സുർജിത്ത് വിവരങ്ങൾ? കുറിച്ചിപ്പറ്റ എന്ന് തന്നെയാണ് സ്ഥലത്തിന്റെ പേര് ഉന്മേഷ്. കുറിച്ചിപ്പറ്റയിൽ ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ ഒരു കൗതുകകരമായ സംഭവം ഉണ്ടായത്. വനമേഖലയാണ്, അതുകൊണ്ട് തന്നെ കാട്ടാനകൾ പതിവായി കാണുന്ന ഒരു പ്രദേശമാണ് ഈ മേഖല. അവിടെയാണ് ഒരു കാട്ടാനക്കൂട്ടത്തിൽ നിന്നും ഒരു കുട്ടി വേറിട്ടുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഈ ടൗണിലേക്ക് എത്തിയത്. കുറിച്ചിപ്പറ്റ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ആ നഗരം എന്ന് പറയുന്നത് ഈ വനമേഖലയോട് ചേർന്നതാണ്. ഉടൻ തന്നെ അത് ഒരു കിടങ്ങിൽ വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കൽവെട്ടിനോട് ചേർന്നുള്ള ഒരു കിടങ്ങിൽ വീഴുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഇതിനെ ഈ തിരിച്ച് കാട്ടാനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണം വനംവകുപ്പ് ഒരുക്കി എന്നുള്ളതാണ്. എന്തായാലും വളരെ കൗതുകകരമായ സംഭവം. ഇന്ന് ഉച്ചയോടെ അല്പസമയം മുമ്പ് സംഭവിച്ച ഒരു ദൃശ്യമാണ് പുറത്തു വന്നത്. ഏതാണ്ട് ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. ചെറിയൊരു ആഴ്ചകൾ മാത്രം പ്രായമുള്ള ഒരു കാട്ടാനക്കുട്ടിയാണ് ഇത്. ആ കാട്ടാനക്കുട്ടിയാണ് ഇത്തരത്തിൽ ഒരു കിടങ്ങിൽ വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അതിൽ തിരിച്ച് കയറാൻ വലിയ പ്രയാസം അനുഭവിക്കുന്ന വിധത്തിലാണ് ആ കാഴ്ച കാണാൻ കഴിയുന്നത്.
നാട്ടുകാരും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ സഹായിച്ചുകൊണ്ട് ഇതിനെ പുറത്തേക്ക് എത്തിക്കുകയും പതുക്കെ തന്നെ അടുത്ത കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ച മേഖലയിൽ ഉണ്ടായിരുന്നു. അതിന് വന്നതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ആ കൂട്ടത്തിന് അടുത്തേക്ക് തിരിച്ച് ആക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ റേഞ്ച് ഓഫീസർ അബ്ദുൾ സമദ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കാട്ടാനക്കൂട്ടം ഈ ആനക്കുട്ടിയും കൊണ്ട് പോകുമെന്ന് കരുതാമല്ലേ സുർജിത്ത്? വളരെ ആശ്വാസകരമാകുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്. നിലവിൽ ആ കുട്ടിയാനയ്ക്ക് ഗുരുതരമായ രീതിയിലുള്ള പരിക്കുകളില്ല എന്നുള്ളത് തന്നെ പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ആക്കാൻ കഴിഞ്ഞു. തിരിച്ചത് ആ മേഖലയിൽ ഈ കുറിച്ചിപ്പറ്റ എന്ന് പറയുന്ന വനമേഖല തന്നെയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൗൺ ആണിത്. അവിടെയാണ് ഇത്തരത്തിൽ കൂട്ടം തെറ്റി പുറത്തേക്ക് എത്തിയത്. കൂട്ടം തെറ്റി കാട്ടാന തിരിച്ച് സുരക്ഷിതമായി തന്നെ കാട്ടാനക്കൂട്ടത്തിനടുത്തേക്ക് അങ്ങോട്ട് തന്നെ പോയി എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ കാര്യം. ശരി സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അതിൽ നേരത്തെ നളിനാക്ഷൻ എന്നൊരു പ്രേക്ഷകൻ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വായിച്ച സമയത്ത് പറ്റിയൊരു പിഴവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം കുവൈറ്റിൽ നിന്നാണ് ആ കമൻറ്റ് ഇട്ടത്. ഞാൻ കാസർഗോഡ് എന്നാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. ആ തെറ്റ് തിരുത്തുകയാണ്. കുവൈറ്റിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ അതാണ് നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിച്ചതെന്ന് അത് തിരുത്തുന്നു. പാലക്കാട് മഴ മുന്നറിയിപ്പുണ്ടോ എന്ന് ഉണ്ണി മേനോൻ ചോദിക്കുന്നുണ്ട്. പാലക്കാട് മഴ മുന്നറിയിപ്പുള്ളതായി നിലവിൽ വിവരമില്ല. മറ്റ് രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്നുള്ള വിവരമാണ് ഇന്ന് രാവിലെ നമ്മൾക്ക് ലഭ്യമായത്. പാലക്കാട് തിരുവില്ലാമല കാട്ടുകുളത്തെ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടത്തിലെ സീലിംഗുകൾ അടർന്നു വീണു. രാവിലെ 10:15 ഈ സംഭവം ഉണ്ടായത്. സീലിംഗുകൾക്ക് താഴെ വിദ്യാർത്ഥികൾ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. കാലപ്പഴക്കമുള്ള സ്കൂൾ കെട്ടിടം പുനർനിർമ്മിക്കണം എന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും അധികാരികൾ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. സൂരജ് സജി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് സംഭവിച്ചത്? സൂരജ്, ഉമേഷ്, രാവിലെ 10:15 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. തിരുവല്ലാമല കാട്ടുകുളത്തെ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടത്തിലെ സീലിംഗ് ആണ് ഈ പൊളിഞ്ഞു വീണത്. പ്രീ പ്രൈമറി വിഭാഗം ക്ലാസ് മുറിയിലെ മേൽക്കൂര പൂർണ്ണമായും ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപകടം ഒഴിവായി എന്നുള്ളതാണ് ഈ സ്കൂൾ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. നേരത്തെയും ഈ സ്കൂളിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് പരാതികളെല്ലാം നൽകിയതാണ്. പക്ഷേ ഇതുവരെയും ഒരു നടപടി ഉണ്ടാകാതെ പോയതാണ്. അതായത് ഈ സ്കൂൾ പൊളിച്ച് നിർമ്മിക്കുന്നതിനൊരു നടപടി ഉണ്ടാകാതെ പോയതാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാൻ കാരണമായതെന്നാണ് പറയുന്നത്. 71 പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും 190-ലധികം LP വിദ്യാർത്ഥികളുമാണ് ഇവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ കെട്ടിടം അടിയന്തരമായി പുനർനിർമ്മിക്കണം എന്നൊരാവശ്യമാണ് ഈ അപകടത്തെ തുടർന്ന് ഈ സ്കൂൾ അധികൃതർ മുന്നോട്ട് വെക്കുന്നത്. ഉന്മേഷ്, ശരി സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ ആനക്കുട്ടിയുടെ വാർത്ത നൽകിയിരുന്നുവല്ലോ. മനോജ് അമ്പാട്ടിന്റെ പ്രതികരണം വരുന്നു. ഉച്ചവാർത്തകളിൽ ഏറ്റവും മനോഹരമായി തോന്നിയത് ആനക്കുട്ടിയുടെ വാർത്തയാണെന്ന് അദ്ദേഹം പറയുന്നത്. മഴ മുന്നറിയിപ്പുണ്ടോ കോഴിക്കോട് എന്ന് അരിമ്പ എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള ചോദ്യമുണ്ട്. ഇല്ല, നിലവിൽ കോഴിക്കോട് മഴ മുന്നറിയിപ്പില്ല. മറ്റ് 2 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത്. നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് എത്തും, ഒപ്പം പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്കും ഒക്കെ എത്തും. മഴ മുന്നറിയിപ്പ് പറഞ്ഞ സമയത്ത് പ്രേക്ഷകർ ചോദിച്ചിരുന്നു മറ്റേതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉള്ളത് എന്നുള്ളതാണ്. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇപ്പോൾ വരുന്നുണ്ട്. സംസ്ഥാനത്ത് 4 ദിവസം ഒറ്റപ്പെട്ട മഴ ഉണ്ടാകും എന്നുള്ള ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. അതിൽ ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പ് പ്രകാരം ഇടുക്കി ജില്ലയിൽ മാത്രം മഴ മുന്നറിയിപ്പുണ്ട്. അത് ഓറഞ്ച് അലേർട്ടാണ്. 24 മണിക്കൂറിനിടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് എന്നുള്ളതാണ് വാർത്ത. അതോടൊപ്പം തന്നെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്നുള്ള പുതിയ വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ആ ജില്ലകൾ പറയാം: കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം. അങ്ങനെ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ ഉയർന്ന മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടും മറ്റ് 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും എന്നുള്ളതാണ് മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം. നമ്മൾ കലോത്സവം നടക്കുന്ന കൊല്ലത്തേക്കാണ് ഇനി പോകുന്നത്. കൊല്ലത്ത് കലക്കൻ കലോത്സവം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലക്കൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. ഇനി ഓരോ ഷോപ്പിംഗിലും നേടാം 3 ഇരട്ടി ലാഭം.
എല്ലാ പ്രേക്ഷകർക്കും കലോത്സവ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് കലോത്സവ വേദിയിൽ 2ാം ദിനമാണ്. സ്കൂൾ കലോത്സവത്തിലെ നാടൻപാട്ട് മത്സരത്തിൽ നാടകീയ സംഭവങ്ങൾ ഇന്ന് ആ വേദിയിൽ അരങ്ങേറി. അത് നമ്മൾ രാവിലെ കണ്ടു. മത്സരത്തിന് ഒരുക്കിയ വേദിയിൽ സൗകര്യങ്ങളില്ല എന്ന് ചൂണ്ടിക്കാട്ടി കലാകാരന്മാരുടെ കൂട്ടായ്മയും പരിശീലകരും ഇന്ന് പ്രതിഷേധിച്ചു. പോലീസ് എത്തി പ്രതിഷേധക്കാരെ മാറ്റിയതോടെയാണ് 3/4 മണിക്കൂർ വൈകി മത്സരം തുടങ്ങാൻ കഴിഞ്ഞത്. സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30-നാണ് നാടൻപാട്ട് മത്സരങ്ങൾ തുടങ്ങാനിരുന്നത്. എന്നാൽ മത്സരത്തിന് തൊട്ടു മുന്നേ അസൗകര്യങ്ങളിൽ പ്രതിഷേധിച്ച് നാടൻപാട്ടുകാരുടെ കൂട്ടായ്മ അംഗങ്ങൾ വേദിയിലെത്തി. എങ്ങനെ ഈ 2 ഓട്ടപ്പെട്ടിക്കകത്ത് എങ്ങനെ കേൾക്കാൻ പറ്റും? പാട്ട് പാടുന്നത് കേൾക്കാൻ പറ്റുമോ? വേദിയോ ശബ്ദ സംവിധാനമോ മാറ്റാൻ കഴിയില്ലെന്ന് സംഘാടകർ നിലപാടെടുത്തതോടെ പ്രതിഷേധം കനത്തു. ഇതോടെ പോലീസ് എത്തി പ്രതിഷേധക്കാരെ നീക്കി. ഒടുവിൽ പോലീസ് അനുനയത്തിൽ പ്രതിഷേധക്കാർ സീറ്റുകളിലിരുന്നു. എന്നാൽ ആദ്യ മത്സരാർത്ഥികളുടെ പ്രകടനത്തിൽ തന്നെ ശബ്ദത്തിന്റെ പ്രശ്നം മുഴച്ചു നിന്നു. ഇതോടെ വീണ്ടും വേദി പ്രക്ഷുബ്ധമായി. സംഘാടകരുടെ വീഴ്ചയ്ക്കെതിരെ പാട്ടുപാടി പ്രതിഷേധം. ഇനിയുള്ള കാലം നമ്മൾ പാടാതിരുന്ന നാടിന്റെ നട്ടല് പൊട്ടി നമ്മൾ ചാവാണ്ടിരിക്കാനെങ്കിലും പാടിയിട്ടും ചാവാനെങ്കിലും താളം മാത്രമേ ഇല്ലൂ, പാട്ടില്ല, പാട്ട് കേൾക്കുന്നില്ല. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിലും മത്സരം തുടരാനായിരുന്നു സംഘാടകരുടെ തീരുമാനം. വിഷയം കലോത്സവ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും നാടൻപാട്ട് കമ്മിറ്റി വിശദീകരിച്ചു. കൊല്ലത്ത് നിന്നും അരുണ സാർക്കൊപ്പം അജീഷ് ജയകുമാർ, 24. കലോത്സവ വേദിയിൽ ഇന്നലെ മഴ പെയ്തിരുന്നു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള റിപ്പോർട്ടിലേക്ക് പോകും. പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രഞ്ജു NR ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ രഞ്ജു. പ്രിയ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അങ്ങനെ ഹാഷ്മി എവിടെ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ മഴ ലഭിച്ച കാര്യം അബ്ദുൽ ഹക്കീം അറിയിക്കുന്നുണ്ട്. പക്ഷേ മഴ മുന്നറിയിപ്പ് ലിസ്റ്റിലൊന്നും പാലക്കാടില്ല. പക്ഷേ അവിടെ മഴ പെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ജാസ്മിൻ പറയുന്നത് പരിപാടിയുടെ ഭാഗമാണ് അല്പം വൈകി എന്നുള്ളതാണ്. ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ജാസ്മിൻ. സുലൈമാൻ പറയുന്നത് എന്താണ് ജനുവരിയിൽ മഴ പെയ്യുന്നത്? ന്യൂനമർദ്ദമാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അറബിക്കടലിൽ ന്യൂനമർദ്ദം എന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. സുലൈമാൻ. ഹാഷ്മി എവിടെ എന്ന് ഇപ്പോഴും പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സജീവമായി തന്നെ പ്രേക്ഷകർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കലോത്സവ റിപ്പോർട്ടിലേക്ക് പോകുന്നു. കലോത്സവ വേദിയിൽ അപ്രതീക്ഷിതമായി എത്തിയ മഴ മത്സരങ്ങളെ ബാധിച്ചില്ലെങ്കിലും അത് വില്ലനായത് ശുചീകരണ തൊഴിലാളികൾക്കാണ്. കാണികൾ ഉപേക്ഷിച്ച ചപ്പും ചവറും മഴയിൽ കുതിർന്നു. ഒട്ടും വൈകിയില്ല. ചേച്ചിമാരെല്ലാം ഒരുമിച്ചിറങ്ങി. അങ്ങനെ വേദിയും മൈതാനവും ക്ലീൻ. മൈതാനവും വേദിയും മഴവെള്ളത്താൽ നിറഞ്ഞു. കസേരകൾ സ്ഥാനം മാറി. പലയിടങ്ങളിൽ ചെളിവെള്ളം നിറഞ്ഞു. ഒപ്പം മൈതാനിയിലും വേദിക്ക് ചുറ്റും ചവറുകളും നിറഞ്ഞു. പക്ഷേ അതൊന്നും കൊല്ലംകാരുടെ ആർജവത്തെ ബാധിക്കുന്നതല്ല. 16 കൊല്ലത്തിനു ശേഷം ഇങ്ങെത്തിയ കലോത്സവത്തിന്റെ മാറ്റ് ഒരു തരി പോലും കുറയ്ക്കാതെ കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ്. ഷാൾ മുറുക്കിക്കെട്ടി തൊപ്പിവെച്ച് ചേച്ചിമാരിറങ്ങി. ഒപ്പം കട്ടയ്ക്ക് നിൽക്കാൻ ചേട്ടന്മാരും. മഴ കഴിച്ചാലാണ് ഇത്രയും കുഴപ്പം വന്നത്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. വെള്ളമാണ് ഇച്ചിരി ഇതാകുന്നത് പിള്ളേർക്കൊക്കെ. അന്ന് ഞങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഈ ജോലിക്കായിട്ട് വന്നില്ലേ. അങ്ങനെ കുറച്ചു സമയത്തെ പരിശ്രമത്തിന് ശേഷം വേദി നീറ്റ് ആൻഡ് ക്ലീൻ. 24 കൊല്ലം. കുവൈറ്റിൽ നിന്ന് ജിജി മാത്യുവിൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ ഉണ്ട്. ബോസ് വർഗീസ് കൊല്ലത്തിന് ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. കലോത്സവം നടക്കുന്ന കൊല്ലത്തിന് കലോത്സവ വാർത്തകളാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബോസ് ഗുഡ് ആഫ്റ്റർനൂൺ. ബിജില പറയുന്നു ഗുഡ് ആഫ്റ്റർനൂൺ ബിജില. കുവൈറ്റിന് ധനേഷും ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ധനേഷ്. നമ്മൾ കലോത്സവ വാർത്തയിലേക്ക് തന്നെ തിരികെ. കലോത്സവ വേദിക്ക് അകത്തും പുറത്തുമൊക്കെ നിറയെ വാർത്തകളുണ്ട്. അച്ഛൻ സംഗീതാധ്യാപകൻ, അമ്മ നൃത്താധ്യാപിക. കലാകുടുംബത്തിൽ നിന്നാണ് പല്ലവി കലോത്സവ വേദിയിൽ എത്തിയിരിക്കുന്നത്. പങ്കെടുത്ത ഇനങ്ങളിൽ A ഗ്രേഡ് സ്വന്തമാക്കിയിട്ടുണ്ട് പല്ലവി. ആ റിപ്പോർട്ടിലേക്ക് പോകാം. കലാമാമാങ്കം 2ാം ദിവസം കൊട്ടിക്കയറുകയാണ്. ഇന്ന് എന്നോടൊപ്പമുള്ളത് മോഹിനിയാട്ടത്തിലും വീണ വായനയിലും A ഗ്രേഡ് നേടിയ ഒരു കലാപ്രതിഭയാണ്. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മോളുടെ പേരെന്താ? പല്ലവി സുരേഷ്. എന്തായാലും കലോത്സവത്തിന് വന്നിട്ട് വീണ വായനയിലും മോഹിനിയാട്ടത്തിലും അല്ലേ A ഗ്രേഡ് മേടിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ നമുക്കിനി പ്രേക്ഷകർക്ക് കാണേണ്ടത് മോളുടെ വീണ വായനയാണ്.
കലാകുടുംബത്തിൽ നിന്നാണ്. പല്ലവിയുടെ അച്ഛൻ ആലപിച്ച് അമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പല്ലവി ഇന്നലെ മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് പല്ലവിയുടെ അച്ഛൻ്റെ അമ്മയുടെയും വിശേഷങ്ങളിലേക്ക് പോകാം. എന്തോന്നു, നിങ്ങൾ പഠിപ്പിച്ചു വിട്ടതാണ് മോളെ? തീർച്ചയായിട്ടും നമ്മൾ തന്നെ, അച്ഛനായ ഞാൻ പാടി അമ്മ ചിട്ടപ്പെടുത്തിയ ഒരു വർണ്ണമാണ് ഇന്നലെ കളിച്ചത്. അപ്പോൾ അത് മകൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. അപ്പോൾ വലിയൊരു കലാകുടുംബത്തിൽ നിന്നാണ് പല്ലവി കലോത്സവ വേദിയിലെത്തിയത്. അപ്പോൾ അച്ഛൻ പാടി അമ്മ ഒരു നൃത്തം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ശ്രമിക്കാം. പല ദിനമായി ഞാനും ബലഭദ്രാനുജ നിന്നെ നലമൂടും കാൺമത്തിന്നു. എത്ര കഥകൾക്കാണ് കലോത്സവ വേദികൾ സാക്ഷ്യം വഹിക്കുന്നത്. തൻ്റെ മക്കൾക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തുന്ന മാതാപിതാക്കളും കലോത്സവ വേദിയിലെ സന്തോഷ കാഴ്ചകൾ തന്നെ. ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം കീർത്തന കേശവൻ, 24. കലോത്സവ വേദിക്കകത്തും പുറത്തുമൊക്കെ നിരവധി കഥകളുണ്ട്, നിരവധി ജീവിതങ്ങളുണ്ട്. റെജി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ പറയുന്നതിനോടൊപ്പം ആവശ്യത്തിന് പ്രതിഷേധിക്കാമെന്നാൽ ആളാകാൻ വേണ്ടി കലോത്സവ വേദികളിൽ പ്രതിഷേധം പാടില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വാർത്ത വരുന്നുണ്ട് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്വാതി മലിവാൾ രാജ്യസഭയിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതിയാണ് നാമനിർദ്ദേശം ചെയ്തത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, അങ്ങനെ രാജ്യസഭയിലേക്ക് എത്തുകയാണ് സ്വാതി മലിവാൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ജനുവരി 19 രാജ്യസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് ആരൊക്കെ ഉൾപ്പെടുത്തണമെന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ ആം ആദ്മിയുടെ രാഷ്ട്രീയകാര്യ സമിതി കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഡൽഹിയുടെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്വാതി മലിവാളിനെ രാജ്യസഭയിലേക്ക് ആം ആദ്മി എത്തിക്കുകയാണ്. ഇതിനായി സ്വാതി മലിവാളിനെ രാഷ്ട്രീയകാര്യ സമിതി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എംപിമാരായ സഞ്ജയ് സിംഗും അതുപോലെ തന്നെ ND ഗുപ്തയും 2ാം തവണയും തുടരും. ഈ കാര്യങ്ങളിലാണ് ഇപ്പോൾ ആം ആദ്മി ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. സഞ്ജയ് സിംഗിന്റെ കാലാവധി ജനുവരി 27 അവസാനിക്കുന്നത്. അദ്ദേഹം ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഈ രേഖകളിൽ സംബന്ധിച്ച് ഒപ്പിടുന്നതിന് കോടതിയെ സമീപിക്കുകയുണ്ടായി ആം ആദ്മി. തുടർന്ന് കോടതി ഇതിലൊരു അനുവാദം നൽകുകയും അദ്ദേഹം വീണ്ടും ഏതായാലും അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി രാജ്യസഭാ സീറ്റിലേക്ക് നടക്കുന്ന മത്സരത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നത്. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിലെ കാലതാമസം തുടർക്കഥ. ഇന്ത്യയിൽ നിന്ന് അനുമതി ലഭിക്കാൻ കാലതാമസം നേരിടുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. മരണപ്പെട്ടാലും പ്രവാസിക്ക് ലഭിക്കുന്നത് അനീതി മാത്രമാണ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മൃതദേഹം നാട്ടിലെത്തിക്കണമെങ്കിൽ അനുമതികൾക്കായി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥ. നിരവധി മൃതദേഹങ്ങളാണ് നാട്ടിലെത്തിക്കാനായി ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുന്നത്. ഗൾഫിൽ മരിച്ച പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാനായി നാട്ടിലുള്ളവരുടെ കാത്തിരിപ്പാണ് പുതിയ തീരുമാനം മൂലം നീളുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാനെടുക്കുന്ന കാലതാമസമാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്താൻ വിലങ്ങുതടിയാകുന്നത്. നേരത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എളുപ്പത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥ. മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ കേന്ദ്ര അനുമതി വേണ്ട എന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ തന്നെ കഴിഞ്ഞ ദിവസം അറിയിച്ചുവെങ്കിലും പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൃതദേഹം മോർച്ചറിയിൽ നിന്നൊക്കെ റിലീസാക്കിയതിന് ശേഷം ഫ്ലൈറ്റ് വരെ ബുക്ക് ചെയ്തിട്ടാണ് ഈ അപ്രൂവലിന് വേണ്ടി അയക്കുന്നത്. ഈ അപ്രൂവൽ കിട്ടാൻ വൈകുന്നതോടുകൂടി ആ ഫ്ലൈറ്റ് പോവും. പിന്നെ അതേ നമ്പർ ഫ്ലൈറ്റ് തിരിച്ചു വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും ഡിലേ ഈ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തടസ്സമാവുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ അപ്രൂവൽ കിട്ടാനുള്ള ഡിലേ കാരണം പ്രയാസപ്പെടുന്നുണ്ട്. ഒക്കെ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇതേപോലുള്ള ഡിലേകൾ സാമൂഹ്യ പ്രവർത്തകർക്ക് പോലും വലിയ തലവേദനയായിട്ട് മാറുകയാണ്. ഇതിനു പുറമെ ഇവിടെ മരിക്കുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ FOC അഥവാ ഫ്രീ ഓഫ് കോസ്റ്റ് സംവിധാനത്തിലൂടെ അയക്കാനുള്ള സൗകര്യവും ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ അനൂപ് എന്ന പ്രവാസിയുടെ മൃതദേഹം ഇവിടെ പെട്ടുപോയത് 17 ദിവസമാണ്. UAE-യിൽ നിന്ന് നാട്ടിലേക്ക് മൃതദേഹം അയക്കാനുള്ള തുക 1,00,000-ലധികം രൂപയാണ്. ഇവിടെ മരിക്കുന്ന സാധാരണ തൊഴിലാളിയുടെ കുടുംബങ്ങളാണ് ഈ അവസരത്തിൽ ദുരിതത്തിലാവുക.
ഇത്തരം സമയത്ത് മൃതദേഹം FOC അയക്കാൻ കോൺസുലേറ്റിനെ സമീപിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ. ബോഡി റിലീസ് ചെയ്ത് എംബാം ചെയ്യാനായിട്ട് സോനാപൂർ വരുന്നു. സോനാപൂർ വരുമ്പോഴാണ് അവിടെ നമ്മളോട് പറയണത് 6200 ദറംസ് വേണം എംബാം ചെയ്ത് ഫ്ലൈറ്റിൽ കയറ്റിവിടാൻ. ഇതിൽ ഇടപെട്ടത് അഷ്റഫ് താമരശ്ശേരിയാണ്. അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഇന്ന് രാവിലെ നമ്മളെ കോൺസുലേറ്റിൽ, ഇന്ത്യൻ കോൺസുലേറ്റിൽ നമ്മൾ രാവിലെ ഒരു 7:30 ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി. അവിടെ ചെന്ന് നമ്മളെല്ലാ പേപ്പേഴ്സും ഓക്കെയാണ്. അതായത് ഇവരെ എന്തെങ്കിലും ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഇവിടുന്ന് കയറ്റി വിടാൻ പറ്റും. അതിനുവേണ്ടി നമ്മളൊരു 9 മണി വരെ വെയിറ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ വൈഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരെണ്ണം വേണം, പിന്നെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം, മൂന്നാമതായിട്ട് തഹസീൽദാർ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. ഇന്ന് ബോഡി പോകാൻ തയ്യാറായി നിൽക്കുന്ന ബോഡിക്ക് നമ്മൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് പോസിബിൾ അല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ പോസിബിളായ കാര്യമല്ല. അതിനുവേണ്ടി നമുക്ക് എത്ര നേരം അവരത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? നമ്മൾ ഇന്ത്യൻസ് ആണല്ലോ, ഞാനൊരു പാകിസ്ഥാനിയല്ല, ഞാനൊരു ഇന്ത്യനാണ്, ഇന്ത്യൻ പൗരനാണ്. നമ്മുടെ കോൺസുലേറ്റിൽ പോയിട്ടാണ് നമ്മൾ ഈ റിക്വസ്റ്റ് ചെയ്യണത്. ഒരു വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്ന പയ്യൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും ചെയ്യാതെ തരാൻ പറ്റില്ല. സുമനസ്സുകളുടെ സഹായത്തോടെ ഈ തുക സമാഹരിച്ചാണ് പലപ്പോഴും ഇത്തരം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനാകുന്നത്. പ്രവാസികൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട വെൽഫെയർ ഫണ്ട് 3300 കോടിയിലധികം രൂപ കെട്ടിക്കിടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഇവിടെ അനുഭവപ്പെടുന്നത് എന്നതാണ് ശ്രദ്ധേയം. അടിയന്തരമായ ഇടപെടലാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ആവശ്യം. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക് കടക്കുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. സജീവമായി തന്നെ ഒപ്പം നിന്ന പ്രേക്ഷകർക്ക് നന്ദി അറിയിക്കുകയാണ്. ഇനി